ഒരുപാട് പേരുടെ ഒരു കൗതുകമാണ് നമ്മുടെ ഈ ഏലിയൻസ് എന്ന് പറയുന്നത്, അന്യഗ്രഹ ജീവികൾ. അതുമായിട്ട് ചേർത്ത് പൊതുവെ ഉപയോഗിക്കുന്ന വേറൊരു വാക്കാണ് ഈ UFO അല്ലെങ്കിൽ അൺഐഡൻറ്റിഫൈഡ് ഫ്ലൈയിങ് ഒബ്ജക്ട്സ്. പ്രത്യേകിച്ച് ഈ അമേരിക്കൻ സിനിമകളിൽ നിന്നൊക്കെ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ഒരുപാട് ആൾക്കാർ ഇതേപ്പറ്റി കൗതുകപൂർവ്വം ചോദിക്കുകയും ഇൻ്റർനെറ്റിലൊക്കെ റെഫർ ചെയ്ത് വായിച്ച് കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ശാസ്ത്രദൃഷ്ടിയിൽ നോക്കുമ്പോൾ ഇതിനെ എങ്ങനെ കാണുന്നത് വെച്ചാൽ ഏറ്റവും ലളിതമായിട്ടുള്ള ഉത്തരം, ശാസ്ത്രീയമായിട്ട് നമുക്ക് വെരിഫൈ ചെയ്തിട്ടുള്ള, അതായത് നമുക്ക് ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു തെളിവുകളും അന്യഗ്രഹ ജീവികൾ ഭൂമിയിൽ വന്നതായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലില്ല. പക്ഷേ നമ്മൾ പത്രവാർത്തകളോ അല്ലെങ്കിൽ മറ്റ് ചരിത്രരേഖകൾ എന്ന രീതിയിൽ അവതരിപ്പിക്കപ്പെടുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും ഒരുപാട് അസംഖ്യം ആയിരക്കണക്കിന് സംഭവങ്ങൾ ഇതുപോലെ റിപ്പോർട്ട് ചെയ്യപ്പെടാറുണ്ട്. അതായത് അന്യഗ്രഹ ജീവികൾ വന്നു, അവരെ കണ്ടു. അതിന് ശരിക്കും അങ്ങനെ ഒരു സ്കെയിൽ തന്നെ നിലവിലുണ്ട്. അതായത് ഈ അന്യഗ്രഹ ജീവികളുമായിട്ടുള്ള കണ്ടുമുട്ടൽ, അതിനെ നമ്മൾ എൻകൗണ്ടർ വിത്ത് ഏലിയൻസ് എന്ന് വിളിക്കുക. അതിനെ പ്രത്യേകിച്ച് അമേരിക്കയിലൊക്കെ അതിനെ പല സ്കെയിലുകളായിട്ട് തന്നെ പറയാറുണ്ട്. ഫസ്റ്റ് കൈൻഡ്, സെക്കൻഡ് കൈൻഡ്, തേർഡ് കൈൻഡ് എന്നൊക്കെ പറഞ്ഞു. ഫസ്റ്റ് കൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു അന്യഗ്രഹ ജീവി വരുന്ന അല്ലെങ്കിൽ ഒരു ഏലിയൻ ഓബ്ജക്റ്റ്, അതൊരു പറക്കും തെളിയോ അങ്ങനെ എന്തെങ്കിലും ഒരു വാഹനമായിരിക്കാം, അതിന് നിങ്ങൾ കാണുമ്പോൾ കുറഞ്ഞൊരു 150 മീറ്റർ ദൂരത്തിൽ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അതിനെ ഫസ്റ്റ് എൻകൗണ്ടർ അല്ലെങ്കിൽ ക്ലോസ് എൻകൗണ്ടർ ഓഫ് ദ ഫസ്റ്റ് കൈൻഡ് എന്നാണ് വിളിക്കുന്നത്. അതിന് ക്ലോസ് എൻകൗണ്ടർ ഓഫ് ദ സെക്കൻഡ് കൈൻഡ് ഉണ്ട്. അതായത് നിങ്ങൾ ആ ഒരു ഇത് കാണുന്നതിനപ്പുറം അതിൻ്റെ എന്തെങ്കിലും ഒരു ഫിസിക്കൽ എഫക്റ്റ്, നിങ്ങൾ അതിൻ്റെ ശബ്ദം കേട്ടു അല്ലെങ്കിൽ അതിൻ്റെ ചൂട് നിങ്ങൾക്ക് അനുഭവപ്പെട്ടു, അത്തരം തരത്തിൽ ആ രീതിയിലുള്ള അത് അല്ലെങ്കിൽ അതുണ്ടാക്കിയ എന്തെങ്കിലും ഡിസ്റ്റർബൻസ് നിങ്ങൾ റേഡിയോ കേട്ടുകൊണ്ടിരുന്നപ്പോൾ ഈ പറക്കും തളിക അല്ലെങ്കിൽ ഈ UFO അൺഐഡൻറ്റിഫൈഡ് ഫ്ലൈയിങ് ഒബ്ജക്ട്സ് എന്നൊക്കെ ഉപയോഗിക്കാറുണ്ട്. അതുണ്ടാക്കിയ എന്തെങ്കിലും ഇൻ്റർഫറൻസ് കാരണം നിങ്ങൾ റേഡിയോയിൽ ഒരു നോയ്സ് വന്നു, ഒരു നോയ്സ് ശബ്ദം ഉണ്ടാക്കി, അല്ലെങ്കിൽ നിങ്ങളുടെ കണ്ണ് അഞ്ചിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു ഫിസിക്കൽ ഇഫക്റ്റ് നിങ്ങളുടെ ശരീരത്തിലുണ്ടാക്കി, അങ്ങനെയുള്ള കാഴ്ചകളെയാണ് നമ്മൾ ഈ ക്ലോസ് എൻകൗണ്ടേഴ്സ് ഓഫ് ദ സെക്കൻഡ് കൈൻഡ് എന്ന് വിളിക്കുന്നത്. ക്ലോസ് എൻകൗണ്ടേഴ്സ് ഓഫ് ദ തേർഡ് കൈൻഡ് അങ്ങനെയാണെങ്കിൽ ഈ വാഹനത്തിനപ്പുറം അതുണ്ടാക്കുന്ന ഫിസിക്കൽ ഇഫക്റ്റിനപ്പുറം അത് പറത്തുന്ന ഒരു ഇൻ്റലിജൻ്റ് ആയിട്ടുള്ളൊരു ജീവിയെ കൂടി നിങ്ങൾ കാണാം. അതായത് നമ്മൾ ഏലിയൻ എന്ന് വിളിക്കുന്ന ഒരു അന്യഗ്രഹ ജീവിയെ കൂടി നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ, നേരിട്ട് കണ്ടാൽ, അതിന് നമ്മൾ എൻകൗണ്ടർ ഓഫ് ദ തേർഡ് കൈൻഡ് എന്ന് വിളിക്കും. സ്റ്റീവൻ സ്പിൽബർഗ് എന്ന് പറയുന്ന അമേരിക്കൻ മൂവി ഡയറക്ടറുടെ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു സിനിമയുണ്ട്, ക്ലോസ് എൻകൗണ്ടർ ഓഫ് ദ തേർഡ് കൈൻഡ്. അപ്പോൾ ആ സിനിമയൊക്കെയാണ് ഈ ഒരു ആശയത്തെ ഒരുപാട് പോപ്പുലർ ആക്കിയിട്ടുള്ളത്. അമേരിക്ക ഈ ഒരു ആശയത്തിന് ഒരുപാട് വളക്കൂറുള്ളൊരു മണ്ണാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. അന്യഗ്രഹ ജീവികൾ സ്ഥിരമായിട്ട് അമേരിക്ക ആക്രമിക്കുന്നത്, അമേരിക്കൻ സർക്കാർ മറ്റ് രാജ്യങ്ങളെ തങ്ങളുടെ കീഴിൽ അണിനിരത്തിക്കൊണ്ട് ഈ ഏലിയൻസിനെതിരെ പടവരുന്നതുമൊക്കെ ഒരുപാട് അസംഖ്യം സിനിമകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ശാസ്ത്രദൃഷ്ടിയിലൂടെ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഏറ്റവും ലളിതമായിട്ടുള്ള ഉത്തരം നേരത്തെ പറഞ്ഞതുപോലെ അത്തരത്തിലുള്ള സ്ഥിരീകരിക്കപ്പെട്ട തെളിവുകളൊന്നും തന്നെ ഏലിയൻസ് ഭൂമിയിൽ വന്നതായിട്ടില്ല. ഇതിൻ്റെ മറുവശത്ത് കോൺസ്പിരസി തിയറികൾ അല്ലെങ്കിൽ ഗൂഢാലോചന സിദ്ധാന്തങ്ങളും ഒരുപാടുണ്ട്. അതായത് അമേരിക്കൻ ഗവൺമെൻറ് ഇതൊക്കെ പൂഴ്ത്തി വച്ചിരിക്കുകയാണ്. അത് ഒരുപാട് പെറ്റീഷനുകൾ നാസയിലേക്കും US ഗവൺമെൻറ്റിലേക്കും വൈറ്റ് ഹൗസിലേക്കും ഒക്കെ സ്ഥിരമായിട്ട് ചെല്ലുന്നുണ്ട്. അതായത് നിങ്ങൾ ഈ അന്യഗ്രഹ ജീവികളെ ഒളിവിൽ പറപ്പിച്ചിരിക്കുന്ന അല്ലെങ്കിൽ അന്യഗ്രഹ ജീവികൾ വന്ന വാഹനങ്ങളെ സൂക്ഷിച്ചിരിക്കുന്ന സീക്രട്ട് ലൊക്കേഷൻസ് പുറത്തുവിടണം, അങ്ങനെയൊക്കെയുള്ള ഒരുപാട്. പക്ഷേ ഇതിനെല്ലാം ഒഫീഷ്യലായിട്ട് നാസ ആയാലും വൈറ്റ് ഹൗസ് ആയാലും ഒക്കെ ഒരു ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ നിലവിലുണ്ട്. നിലവിൽ അത്തരം തെളിവുകളൊന്നും തന്നെ നമുക്ക് ലഭ്യമല്ല എന്നുള്ളതാണ്. അതിന് ശാസ്ത്രീയമായിട്ടുള്ള ഒരുപാട് കാരണങ്ങൾ നമുക്ക് പറയാൻ പറ്റും. എന്തുകൊണ്ട് ഇത് ഇംപ്രോബിൾ ആകും, നമ്മൾ എന്തുകൊണ്ട് ഏലിയനെ കാണുന്നത് ഇത്ര ഇംപ്രോബിൾ ആകുന്നു. പക്ഷേ അതേസമയം തന്നെ ഇത്ര അധികം സംഭവങ്ങളുണ്ട് താനും. അതിലേറ്റവും കൗതുകരമായിട്ടുള്ള കാര്യം നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, സാധാരണ മനുഷ്യർ ആണ് കൂടുതലും ഈ ഏലിയൻ സൈറ്റിങ്സ് നമ്മൾ വിളിക്കുന്ന ഇത്തരം റിപ്പോർട്ടുകൾ കാണപ്പെടാറ്. എന്നെ പേഴ്സണലി ഒരുപാട് ആകർഷിച്ചിട്ടുള്ളൊരു കാര്യം, ഇതിൽ ഒരു പ്രത്യേക വിഭാഗം ആളുകളുടെ അസാന്നിധ്യമാണ്. ആ വിഭാഗം ആളുകൾ എന്ന് പറയുന്നത് അമേച്വർ ആസ്ട്രോണമേഴ്സാണ്. ഈ ആസ്ട്രോണമി അല്ലെങ്കിൽ ജ്യോതിശാസ്ത്രം എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മറ്റൊരു ശാസ്ത്രശാഖയ്ക്കും അവകാശപ്പെടാനില്ലാത്ത വിധം പ്രൊഫഷണൽ അല്ലാത്ത ഹോബിയുടെ പുറത്ത് ഈ വിഷയം മനസ്സിലാക്കി അത് പ്രാക്ടീസ് ചെയ്യുന്ന അമേച്ചേഴ്സ്, അവരാണ് നമ്മൾ അമേച്ചർ ആസ്ട്രോണമേഴ്സ് എന്ന് വിളിക്കുന്നത്. ഈ അമേച്ചേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ഇത്രയധികം കോൺട്രിബ്യൂഷൻസ് ഉണ്ടായിട്ടുള്ള മറ്റൊരു ശാസ്ത്രശാഖയില്ല. കാരണം ജ്യോതിശാസ്ത്രത്തിൽ അത്തരം അമേച്ചേഴ്സിന് ഒരുപാട് പങ്കുണ്ട്, പുതിയ കോമറ്റുകളെ കണ്ടുപിടിക്കുന്നതും ഉൾപ്പെടെയുള്ള. അപ്പോൾ അങ്ങനെയുള്ള ഒരു വലിയ സംഘം ആളുകൾ ലോകത്ത് എല്ലായിടത്തും ഉണ്ട്. നമ്മുടെ നാട്ടിലും ഇഷ്ടംപോലെ ആളുകളുണ്ട്. ജ്യോതിശാസ്ത്രത്തിൽ കമ്പമുള്ളതുകൊണ്ട് സ്വന്തമായി ടെലിസ്കോപ്പ് വാങ്ങിയവർ, നിരന്തരമായി ബഹിരാകാശ അല്ലെങ്കിൽ ഈ ആകാശ നിരീക്ഷണത്തിന് വേണ്ടി പോകുന്നവർ,
പുറത്തൊക്കെ പല ആളുകളും നിരന്തരം ആകാശത്തേക്ക് തന്നെ നോക്കിയിരിക്കുന്ന ആളുണ്ട്. രാത്രി മുഴുവൻ ആകാശത്ത് നോക്കി എത്ര നോക്കിയാലും മതി വരാത്ത ആളുകളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള ഒരുപാട് ആളുകളെ നമുക്ക് നേരിട്ട് തന്നെ കാണാൻ പറ്റും. നമ്മുടെ നാട്ടിലുണ്ട്. ഈ അന്യഗ്രഹ ജീവികളെ കണ്ടതായിട്ട് റിപ്പോർട്ട് ചെയ്ത ആളുകളുടെ കൂട്ടത്തിലൊന്നും അമച്വർ ആസ്ട്രോണമേഴ്സ് ഇല്ല എന്നുള്ളതാണ് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം. ശരിക്കും സദാസമയം ആകാശത്തേക്ക് നോക്കിയിരിക്കുന്ന ആളുകൾ എന്ന നിലയിൽ അന്യഗ്രഹ ജീവികൾ ഭൂമി വന്നാൽ ഉറപ്പായിട്ടും കണ്ണിപ്പെടേണ്ട ആളുകൾ ശരിക്കും ഇവരാണ്. പക്ഷെ അവർ കണ്ടിട്ടില്ല. അതാണ് അതിനകത്ത് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം. എന്തുകൊണ്ടായിരിക്കും ഇവർ കാണാത്തത്? കാരണം ഇവർ കുറച്ചുകൂടെ ജ്യോതിശാസ്ത്രത്തിൽ താല്പര്യമുള്ള ആളുകളാകുമ്പോൾ അവർ കുറച്ചുകൂടെ സയൻറ്റിഫിക്കലി ട്രെയിൻഡാണ്. അവർക്ക് ആകാശത്ത് കാണുന്ന വസ്തുക്കൾ എന്താണെന്ന് പെട്ടെന്ന് മനസ്സിലാവും. ഈ UFO സൈറ്റിങ്സ് അല്ലെങ്കിൽ അൺഐഡൻറ്റിഫൈഡ് ഫ്ലൈയിങ് ഒബ്ജക്ട്സ് എന്ന് വിളിക്കുന്ന വസ്തുക്കളെ കണ്ടതായിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ആളുകളിൽ ഭൂരിഭാഗം ആളുകൾക്കും ശരിക്കും ഈ ഡേ ടു ഡേ ലൈഫിൽ അവർക്ക് ആകാശം നോക്കേണ്ടി വരാത്ത ആൾക്കാരാണ്. പണ്ടത്തെ ചരിത്രാതീത കാലത്ത് മനുഷ്യൻ ആകാശം മഴയ്ക്ക് വേണ്ടിയിട്ടൊക്കെ ആകാശം നിരന്തരം നിരീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഓരോരുത്തരും നമ്മുടെ അവസ്ഥയാണ് നോക്കിയാൽ അറിയാം. നമ്മളൊരു ദിവസം എത്ര തവണ ആകാശത്തേക്ക് നോക്കും, അല്ലെ? എത്ര തവണ ആകാശത്തേക്ക് നോക്കേണ്ട ആവശ്യം വരും. ആകാശത്ത് എന്തെങ്കിലും പുതിയ ശബ്ദം, നമുക്ക് അപരിചിതമായിട്ടുള്ള ശബ്ദം കേൾക്കുമ്പോഴോ വളരെ താഴ്ന്നു പറക്കുന്ന ഒരു എയർക്രാഫ്റ്റിൻ്റെ ശബ്ദം കേൾക്കുമ്പോഴൊക്കെയാണ് നമ്മൾ കൗതുകം കൊണ്ട് മുകളിലേക്ക് നോക്കുന്നത്. അല്ലാതെ നോർമലി നമ്മൾ അങ്ങനെ ആകാശത്തേക്ക് നോക്കേണ്ട കാര്യമില്ല. നമ്മളിങ്ങനെ പാസ് ചെയ്ത് പോകുമ്പോൾ ചിലപ്പോൾ അങ്ങോട്ടൊക്കെ നോക്കും. അപ്പോൾ കാണുന്ന പല വസ്തുക്കളും ചിലപ്പോൾ നമുക്ക് കൗതുകം ഉണ്ടാകും. നമ്മൾ കണ്ടിട്ടില്ലാത്ത, നമുക്ക് പരിചയമില്ലാത്ത വസ്തുക്കളായിരിക്കും. പക്ഷേ ആകാശത്ത് അങ്ങനെ ഒരുപാട് വസ്തുക്കളുണ്ട്. നമുക്ക് നിരന്തരം നിരീക്ഷിക്കുന്നവർക്ക് അത് പുതുമയല്ലായിരിക്കും. പക്ഷേ വല്ലപ്പോഴും മാത്രം നോക്കുന്നവർക്ക് അതൊക്കെ പുതിയ വസ്തുക്കളായിരിക്കും. അത് ചലിക്കുന്നതാണെങ്കിൽ പ്രത്യേകിച്ചും നമുക്ക് കൗതുകം ഉണ്ടാക്കും. അപ്പോൾ ഈ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ള UFO സൈറ്റിങ്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ മിക്കപ്പോഴും ഭൂരിഭാഗം കേസുകളിലും നമുക്ക് റിപ്പോർട്ട് ചെയ്ത് വെരിഫൈ ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ള കേസുകളെല്ലാം മനസ്സിലാക്കുന്നത് ഒന്നുകിൽ അത് ഈ സാധാരണഗതിയിൽ ആകാശത്ത് കാണുന്ന വസ്തുക്കളെ, ചിലപ്പോൾ അത് അത്ര കോമൺ ആയിട്ട് കാണില്ലായിരിക്കും, പക്ഷേ സ്വാഭാവികമായിട്ട് ആകാശത്ത് കാണപ്പെടാൻ സാധ്യതയുള്ള വസ്തുക്കളെ ഈ കണ്ട ആൾ മിസ് ഇൻ്റർപ്രറ്റ് ചെയ്തതാണ്. അതായത് പുള്ളി തെറ്റായിട്ട് വ്യാഖ്യാനിച്ചതാകാം. അത് പുള്ളിക്ക് എന്താണെന്ന് മനസ്സിലായില്ല, പക്ഷേ വേറെന്തോ അന്യഗ്രഹ ജീവി എന്നാണെന്ന് അദ്ദേഹം വ്യാഖ്യാനിച്ചെടുത്തതാകാം. അല്ലെങ്കിൽ ഇത് പ്യുവർ ഹോക്സ് ആയിരിക്കും. അതായത് മനഃപൂർവ്വം ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു അവകാശവാദം ഉന്നയിക്കുന്നതാകും. ഇതിനപ്പുറം ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ട സംഭവങ്ങളൊന്നും തന്നെ ശരിക്കും UFO ആയിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ അന്യഗ്രഹ ജീവികളായിട്ട് ബന്ധപ്പെട്ടോ ഇല്ല. ഇവിടെ UFO എന്ന് പറയുന്ന വാക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം. അൺഐഡൻറ്റിഫൈഡ് ഫ്ലൈയിങ് ഒബ്ജക്ട്സ് എന്ന് പറയുന്ന അതിൻ്റെ ചുരുക്കമാണ് UFO. അതിനെക്കുറിച്ചുള്ള പഠനത്തിന് യൂഫോളജി എന്നൊക്കെ വിളിക്കാറുണ്ട്. പക്ഷേ ആ വാക്ക് ശ്രദ്ധിക്കുക. അതിനകത്ത് അന്യഗ്രഹ ജീവി എന്നോ അന്യഗ്രഹ ജീവികളുടെ വാഹനമെന്നോ ഉള്ളൊരു റെഫറൻസ് അതിനകത്തില്ല. അൺഐഡൻറ്റിഫൈഡ് ഫ്ലൈയിങ് ഒബ്ജക്ട്സ് എന്നാണ്. അതായത് തിരിച്ചറിയപ്പെടാൻ സാധ്യതയില്ല, തിരിച്ചറിയാൻ കഴിയാത്ത പറക്കുന്ന വസ്തു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അതിനൊരു സൈനിക ഭാഷയിലൊക്കെ നോക്കുമ്പോൾ ശരിക്കും നമുക്കൊരു മറ്റൊരു രാജ്യത്തിൻ്റെ ഒരു ചാര വിമാനമോ മറ്റോ നിങ്ങൾ കണ്ടു, പക്ഷേ അത് നമ്മുടെ വിമാനമായിരുന്നു, അന്യഗ്രഹത്തിൻ്റെ വിമാനമായിരുന്നു, അത് വിമാനം പോലെ തോന്നിച്ച മറ്റെന്തെങ്കിലും വസ്തുവായിരുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾക്ക് ടെക്നിക്കലി അതൊരു അൺഐഡൻറ്റിഫൈഡ് ഫ്ലൈയിങ് ഒബ്ജക്റ്റാണ്. നിങ്ങൾ പറക്കുന്ന ഒരു വസ്തുവിനെ കണ്ടു, പക്ഷേ അതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ല. അത് ഒരു അന്യഗ്രഹ ജീവിയാണെന്ന് ഒരു ഗ്യാരണ്ടിയും ഇല്ല. ഒരു പക്ഷേ സൈനിക ഭാഷയിൽ UFO എന്ന് ഉപയോഗിക്കുന്നതിന് അന്യഗ്രഹ ജീവിയായിട്ട് ബന്ധമുള്ളൊരു പ്രയോഗമേ അല്ല എന്ന് വരും. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. UFO എന്ന് പറയുന്ന വാക്ക് പലയിടങ്ങളിലും ഔദ്യോഗികമായിട്ട് ഡോക്യുമെൻറ്റേഷനിൽ നമ്മൾ കണ്ടേക്കാം. അതിൻ്റെ അർത്ഥം UFOയെ അല്ലെങ്കിൽ അന്യഗ്രഹ ജീവിയെ കണ്ടുവെന്നോ അന്യഗ്രഹ ജീവികൾ വരുന്ന പറക്കും തളികയെ കണ്ടുവെന്നോ ഉള്ള അർത്ഥമേ അല്ല. അത് ആ വസ്തുവിനെ അവിടെ സ്പോട്ട് ചെയ്തുവെങ്കിലും അതെന്താണ് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്നതിന് അർത്ഥമുള്ളൂ. നമുക്ക് മനസ്സിലായില്ലെങ്കിൽ മനസ്സിലായില്ല എന്ന് മാത്രമാണ് അർത്ഥം. നമുക്കിതുവരെ അറിയാത്ത എന്തും കൊണ്ട് തിരികാനുള്ളൊരു ഗ്യാപ്പായിട്ട് നമ്മളതിനെ കാണുന്നതിനകത്തൊരു ശരികേടുണ്ട്. അപ്പോൾ അവിടെ നിൽക്കുമ്പോൾ അതവിടെ നിൽക്കട്ടെ. ശാസ്ത്രത്തിൻ്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ നിലവിൽ നമുക്ക് അന്യഗ്രഹ ജീവികളെ ഭൂമിയിൽ വന്നതായിട്ടോ അവരുണ്ടാക്കിയ എന്തെങ്കിലും വസ്തു ഭൂമിയിൽ കിട്ടിയതായിട്ടോ ഉള്ള വെരിഫൈ ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ള തെളിവുകളൊന്നും തന്നെ നമുക്കില്ല. പക്ഷേ അതിൻ്റെ അർത്ഥം അന്യഗ്രഹ ജീവികളെക്കുറിച്ച് നമുക്കൊന്നും പറയാനില്ല എന്നല്ല. ശാസ്ത്രത്തിൻ്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ അന്യഗ്രഹ ജീവികളെക്കുറിച്ചിട്ടുള്ള സാധ്യതകൾ കൗതുകകരമായിട്ടുള്ള, നമുക്ക് ചിന്തിക്കാനും ചർച്ച ചെയ്യാനും രസകരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ചില കാര്യങ്ങൾ നമുക്കൊന്ന് സംസാരിക്കാൻ ശ്രമിക്കാം. അതായത് ഇതൊരു നമുക്ക് അറിയാവുന്ന ശാസ്ത്ര അറിവ് ഉപയോഗിച്ച് നമുക്ക് ഇന്നും നിലവിൽ നമ്മൾ മനുഷ്യരാശി ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള അറിവുകൾ, ശാസ്ത്രത്തിലെ തത്വങ്ങളായാലും ഒക്കെ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമുക്ക് ജീവനെക്കുറിച്ചറിയാം, ജീവികളെക്കുറിച്ചറിയാം, സാങ്കേതിക വിദ്യകളെക്കുറിച്ചറിയാം, പറക്കുന്ന വസ്തുക്കളുടെ സാങ്കേതിക വിദ്യയെക്കുറിച്ചൊക്കെ അറിയാം. അപ്പോൾ അങ്ങനെയുള്ള അറിവുകളെല്ലാം കൂടെ വെച്ച് നമ്മളൊന്ന് പ്രൊജക്റ്റ് ചെയ്ത് നോക്കിയാൽ അന്യഗ്രഹ ജീവികളെക്കുറിച്ച് നമുക്ക് ശാസ്ത്രത്തിൻ്റെ കണ്ണിലൂടെ എന്തൊക്കെ പറയാൻ കഴിയും. അപ്പോൾ അതൊരു ലോജിക്കലായിട്ട് നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴാണ് നമ്മൾ ഒരു അന്യഗ്രഹ ജീവിയെ നമുക്കിവിടെ കാണാൻ സാധിക്കുക, അല്ലെങ്കിൽ ഒരു അന്യഗ്രഹ ജീവിയെ നമ്മൾ ഭൂമിയിൽ കാണണമെങ്കിൽ അതിനെന്തൊക്കെ സാഹചര്യങ്ങൾ അനുകൂലമായിട്ട് വരണം? അതിനേറ്റവും ആദ്യം വേണ്ടത് ഭൂമി അല്ലാതെ എവിടെയെങ്കിലും ജീവൻ ഉണ്ടാവണം. ഓക്കെ, ജീവൻ ഉണ്ടെങ്കിലേ നമുക്ക് ആ ജീവികളെ കാണാൻ കഴിയും. ജീവൻ ഉണ്ടായാലും പോരാ. കാരണം ഇപ്പോൾ ഉദാഹരണത്തിന് ഭൂമിയിൽ നിന്നും 5000 പ്രകാശവർഷം അകലെ ഒരു നക്ഷത്രത്തെ ചുറ്റുന്ന ഒരു ഗ്രഹത്തിൽ വെള്ളമുണ്ട്,
ആ വെള്ളത്തിൽ നമ്മുടെ നാട്ടിലെ തിമിംഗലത്തെ പോലെയോ അല്ലെങ്കിൽ സ്രാവുകളെപ്പോലെയോ ചെറിയ കൊഞ്ച് മീനുകളെപ്പോലെയോ നെത്തോലി മീനുകളെ പോലെയോ ഒക്കെയുള്ള ഒരുപാട് തരം മത്സ്യങ്ങൾ ആ വെള്ളത്തിൽ ജീവിക്കുന്നു എന്ന് കരുതുക. നമുക്കറിയാൻ ഒരു മാർഗ്ഗമില്ല. കാരണം അത്രയും ദൂരെയുള്ള ഒരു ഗ്രഹത്തെ നമുക്കിവിടെ കൊണ്ട് കാണാൻ കഴിയില്ല. നമുക്ക് എത്രയും ശക്തമായ ഇന്ന് വരെ ലഭ്യമായിട്ടുള്ള ഏറ്റവും ശക്തമായിട്ടുള്ള സ്പേസ് ടെലിസ്കോപ്പിന് പോലും ഒരു ഗ്രഹത്തെ ഫോട്ടോഗ്രാഫ് ചെയ്യാൻ, അത്രയും ദൂരെയുള്ളൊരു ഗ്രഹത്തെ ഫോട്ടോഗ്രാഫ് ചെയ്യാനുള്ള സാങ്കേതിക വിദ്യയില്ല. അപ്പോൾ ഒരു ഗ്രഹം തന്നെ പതിയില്ല. പിന്നെ അവിടുത്തെ വെള്ളത്തിൻ്റെ അകത്ത് കിടക്കുന്ന മത്സ്യങ്ങളെക്കുറിച്ചുള്ള അതിൻ്റെ സാന്നിധ്യം നമുക്കറിയാൻ ഒരു മാർഗ്ഗവുമില്ല. അപ്പോൾ അതായത് ജീവൻ ഉണ്ടായാൽ പോരാ, പിന്നെന്താണ് ഉണ്ടാകേണ്ടത്? അതൊരു ഇൻ്റലിജൻറ്റ് സിവിലൈസേഷനായിട്ട് വളരണം. ഭൂമിയിൽ നമ്മൾ മനുഷ്യർ മാത്രമാണ് അങ്ങനെ ഒരു ഇൻ്റലിജൻറ്റ് സിവിലൈസേഷൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ഭൂമിയിൽ മറ്റ് ജീവികൾക്കൊന്നും അങ്ങനെ ഒരു ഇൻ്റലിജൻറ്റ് സിവിലൈസേഷൻ എന്ന് വിളിക്കാവുന്ന തരത്തിലേക്ക് അവ വികാസം പ്രാപിച്ചിട്ടില്ല. അങ്ങനെ വികാസം പ്രാപിച്ചാലും പോരാ. ഉദാഹരണത്തിന് 1000 വർഷം മുമ്പ് അല്ലെങ്കിൽ 500 വർഷം മുമ്പ് ഭൂമിയിൽ ജീവിച്ചിരുന്ന മനുഷ്യരെല്ലാം ഇൻ്റലിജൻറ്റ് സിവിലൈസേഷൻസാണ് ഉണ്ടാക്കിയത്. നമുക്കറിയാം, ആ 500 വർഷം മുമ്പ് ലോകത്തെ പല സ്ഥലങ്ങളിലും വളരെ വലിയ കോംപ്ലക്സ് സൊസൈറ്റികളുണ്ട്, സിറ്റികളുണ്ട്. പക്ഷേ അവരാരും റേഡിയോ കമ്മ്യൂണിക്കേഷൻ വഴി പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല. അവർക്ക് അഡ്വാൻസ്ഡ് സാങ്കേതിക വിദ്യ ഉണ്ടെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ നേരിട്ട് കാണാൻ മാത്രമേ മാർഗ്ഗമുള്ളൂ. എബ്രഹാം ലിങ്കൺ മരിച്ച കാര്യം യൂറോപ്പിൽ അറിയാൻ ഒരാഴ്ച സമയം വേണ്ടി വന്നു. കാരണം അന്ന് നമ്മുടെ ആശയവിനിമയത്തിന് അത്ര വേഗമേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം ആ വാർത്ത അമേരിക്കയിൽ നിന്നും യൂറോപ്പിലെത്തണമെങ്കിൽ അമേരിക്കയിൽ നിന്നും ആ വാർത്തയും വഹിച്ചുകൊണ്ട് ഒരാൾ സഞ്ചരിച്ച് യൂറോപ്പിലെത്തണം, അല്ലൊരു മാർഗ്ഗമില്ല. ഇന്നത് ഇൻസ്റ്റൻറ്റേനിയസ് ആയിട്ട് സാധിക്കുന്നത് നമുക്ക് റേഡിയോ കമ്മ്യൂണിക്കേഷൻ ഉള്ളതുകൊണ്ടാണ്. അതായത് ഈ സന്ദേശത്തെ കോഡാക്കി ഒരു വൈദ്യുതകാന്തിക തരംഗം ഇലക്ട്രോ മാഗ്നറ്റിക് വേവിലേക്ക് രേഖപ്പെടുത്തി അതിനെ പ്രകാശ വേഗത്തിൽ അയക്കാൻ കഴിയുന്നത് കൊണ്ടാണ് നമുക്കിപ്പോൾ ലൈവ് ടെലികാസ്റ്റ് ഉൾപ്പെടെയുള്ള രീതിയിൽ സന്ദേശം കൈമാറാൻ സാധിക്കുന്നത്. അപ്പോൾ അതൊരു അഡ്വാൻസ്ഡ് സിവിലൈസേഷൻ്റെ ലക്ഷണമാണ്. അപ്പം പറഞ്ഞു വരുന്നത്, നമ്മളൊരു ഏലിയൻസിനെ കാണണമെന്നുണ്ടെങ്കിൽ വേറൊരു ഗ്രഹത്തിൽ ജീവൻ വേണം. വെറും ജീവൻ പോരാ, ഇൻ്റലിജൻറ്റ് ലൈഫ് വേണം. വളരെ നമ്മളെപ്പോലുള്ള ബുദ്ധിശക്തി ഉള്ള ജീവിവർഗങ്ങൾ ഉണ്ടാകണം. ജീവിവർഗങ്ങൾ ഉണ്ടായാലും പോരാ, അവർ ഈ വലിയ സാങ്കേതിക വിദ്യകൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു അഡ്വാൻസ്ഡ് സിവിലൈസേഷനായിട്ട് വളരണം. പിന്നെ അതിനൊക്കെ പുറമെ അവ ലോങ് ലിവിങ് ആയിരിക്കണം. കാരണം കുറച്ചു കാലം ഈ ജീവിവർഗം നിലനിന്നാൽ മാത്രമേ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സാങ്കേതിക വിദ്യകൾ ഉണ്ടാവൂ. ആ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് അവ ഒരു സന്ദേശം അയച്ചു കഴിഞ്ഞാൽ പ്രകാശവേഗത്തിൽ സഞ്ചരിച്ചാൽ പോലും മറ്റൊരു ഗാലക്സിയിൽ നിന്നും പ്രകാശം എടുത്തണമെങ്കിൽ ലക്ഷക്കണക്കിന് വർഷം എടുക്കും. അത്രയും വർഷം ആ ജീവിവർഗ്ഗങ്ങൾ അവിടെ ഉണ്ടാവണം. അപ്പോൾ പറഞ്ഞു വരുന്നത്, നമ്മളൊരു ഏലിയനെ നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ, അന്യഗ്രഹ ജീവിയെ കാണണമെന്നുണ്ടെങ്കിൽ അന്യഗ്രഹ ജീവിക്ക് സാങ്കേതിക വിദ്യ ഉണ്ടാവണം. അന്യഗ്രഹ ജീവിക്ക് സഞ്ചരിച്ച് ഇവിടെ വരാനുള്ള സാങ്കേതിക വിദ്യ വേണം. മനുഷ്യൻ ഇത്രയും ലക്ഷക്കണക്കിന് വർഷം മുമ്പ് ഭൂമിയിലുണ്ടായ മനുഷ്യൻ എന്ന് പറഞ്ഞ ജീവി ബഹിരാകാശത്തേക്ക് ഒരാളയച്ചിട്ട് എത്ര വർഷമായെന്ന് ആലോചിച്ചാൽ മതി. ബഹിരാകാശത്തേക്ക് ആളയക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോഴും ഭൂമിയെ ചുറ്റും ഓർബിറ്റിലേക്ക് ആളിനെ അയക്കുന്നതാണ്. അതിന് പുറത്തേക്ക് മനുഷ്യൻ ആകെ പോയിട്ടുള്ളത് ചന്ദ്രനിലേക്കാണ്. അത് ഭൂമിയിൽ നിന്ന് കഷ്ടിച്ച് 3 ലക്ഷം അല്ലെങ്കിൽ 4 ലക്ഷം കിലോമീറ്റർ മാത്രം ദൂരെയുള്ള ഭൂമിയുടെ തന്നെ ഒരു ഉപഗ്രഹമാണ്. അതിനപ്പുറത്തേക്ക് മനുഷ്യൻ പോലും ഇതുവരെ പോയിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും മനുഷ്യനേക്കാളും പല മടങ്ങ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സിവിലൈസേഷൻ ലോകത്ത് എവിടെയെങ്കിലും പ്രപഞ്ചത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്തുണ്ടെങ്കിൽ മാത്രമേ നമ്മളവരെ പ്രതീക്ഷിക്കുന്നതിൽ അർത്ഥം തന്നെ ഉള്ളൂ. അപ്പോഴും ഈ പ്രപഞ്ചത്തിലെ ദൂരങ്ങൾ വലിയ വെല്ലുവിളിയാണ്. ഭൂമിയിൽ നിന്നും സൂര്യൻ കഴിഞ്ഞാൽ തൊട്ടടുത്ത നക്ഷത്രത്തിലേക്ക് പ്രകാശത്തിനെത്താൻ 4.5 വർഷം എടുക്കും. ഗാലക്സിയുടെ ഒരു വക്കിൽ നിന്നും മറ്റേ വക്കിലേക്ക് എത്തണമെങ്കിൽ 1 ലക്ഷം വർഷം എടുക്കും. അത്രയും വർഷം ജീവിച്ചിരിക്കാൻ കഴിയുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അത്രയും വലിയൊരു യാത്ര എന്ന് പറയുന്നത്, അതിന് വേണ്ടി വരുന്ന ഊർജം, അത് നിലനിർത്തുന്നതിന് വേണ്ടി വരുന്ന മറ്റ് വെല്ലുവിളികൾ, അതായത് ഒരു മനുഷ്യൻ്റെ അല്ലെങ്കിൽ ഒരു ജീവിയുടെ ആയുസ് എത്ര വർഷം ഉണ്ടാവും, അപ്പോൾ അത് എത്ര തലമുറകൾ അതിനകത്ത് നിലനിർത്താൻ കഴിഞ്ഞാൽ മാത്രമാണ് ഒരു സ്പേസ് ക്രാഫ്റ്റിലൂടെ അവർക്ക് മറ്റൊരു സ്ഥലത്തേക്ക് എത്താൻ കഴിയുക. അങ്ങനെ ഒരുപാട് വെല്ലുവിളികൾ അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷേ അതുകൊണ്ടാണ് പലപ്പോഴും ശാസ്ത്രത്തിൻ്റെ ദൃഷ്ടിയിൽ അതിനെ ഒരു തീർത്തും സംശയത്തോടെ കാണുന്നത്. കാരണം ഒരു ജീവി നേരിട്ടൊരു വാഹനം ഡ്രൈവ് ചെയ്ത് അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ നാവിഗേറ്റ് ചെയ്ത് ഭൂമിയിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഒരുപാട് ഘടകങ്ങളുണ്ട്. അതിനുള്ള ഊർജ്ജ ഉപയോഗം അല്ലെങ്കിൽ അതിൻ്റെ എനർജി ഡിമാൻഡ്, ഇങ്ങനെയുള്ള തലമുറകളോളം എടുത്താൽ മാത്രം വരാൻ കഴിയുന്ന തരത്തിലുള്ള ലൈഫ് സ്പാനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡിമാൻഡ്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വളരെ സംശയാസ്പദമായിട്ട് മാത്രം കാണാവുന്ന സാധ്യതകളാണ്. ഇനി നമ്മളെപ്പോഴും നമ്മളെപ്പോലുള്ള ജീവികളെക്കുറിച്ച് മാത്രമേ നമുക്ക് അറിയൂ. അപ്പോൾ നമ്മളുടെ ഭാവനകൾക്ക് എപ്പോഴും, അല്ലെങ്കിൽ ശാസ്ത്രത്തിൻ്റെ പിൻബലത്തോടു കൂടി നമ്മൾ കാര്യങ്ങൾ ഊഹിച്ചെടുക്കാൻ ശ്രമിക്കുമ്പോഴോ ഭാവനയിൽ കാണാൻ ശ്രമിക്കുമ്പോഴോ എപ്പോഴും നമ്മൾക്കറിയാവുന്ന നമ്മളെപ്പോലുള്ള ജീവികളെക്കുറിച്ചുള്ള അറിവാണ് നമ്മുടെ പരിമിതി.
നമ്മളിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായിട്ടുള്ള ജീവികളുണ്ടാകാം. ആ സാധ്യതയെക്കുറിച്ച് നമുക്കൊന്നും പറയാൻ കഴിയില്ല. നമുക്കൊന്നും അറിയാത്തതിനെക്കുറിച്ച് നമുക്ക് മിണ്ടാതിരിക്കാം എന്നതാണ് ശാസ്ത്രത്തിൻ്റെ ഒരു പോളിസി എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് നമ്മുടെ ഒരു അവസ്ഥയിലേക്ക് ഇവിടെ നോക്കണം. നമ്മളെപ്പോഴാണ് ഈ കാണുന്ന ഒരു അഡ്വാൻസ്ഡ് സിവിലൈസേഷൻ ആയതെന്ന് നോക്കണമല്ലോ. അതായത് നമ്മൾ ജീവിക്കുന്ന ഭൂമി എന്ന് പറയുന്ന ഗ്രഹം ഉണ്ടായിട്ട് 450 കോടി വർഷം പഴക്കമുണ്ട്. അതിൽ ജീവൻ ഉണ്ടായിട്ട് ഏതാണ്ട് 400 കോടി വർഷം അല്ലെങ്കിൽ 40 ബില്യൺ വർഷം 4 ബില്യൺ വർഷം പഴക്കമെങ്കിലും ആയിട്ടുണ്ട്. അതിൽ ജീവികൾ ഉണ്ടായി. അതിൽ തന്നെ ഒരുപാട് ആദ്യം ഉണ്ടായത് ഏകകോശ ജീവികളായിരുന്നു. ആ ഏകകോശ ജീവികൾ എന്ന് പറയുന്നത് ഈ കോശമർമ്മം അല്ലെങ്കിൽ ന്യൂക്ലിയസ് ഇല്ലാത്ത പ്രോകാരിയോട്ട് എന്ന് പറയുന്ന തരം കോശങ്ങളായിരുന്നു. അത് തന്നെ ബില്യൺസ് ഓഫ് വർഷങ്ങളെടുത്ത ശേഷമാണ്, ബില്യൺസ് ഓഫ് ഇയേഴ്സിൻ്റെ ഇവല്യൂഷനാണ് ഈ യൂകാരിയോട്ടിക് സെല്ലുകൾ എന്ന് പറയുന്ന അകത്ത് കോശമർമ്മങ്ങൾ, അതായത് അതിൻ്റെ ഉള്ളിൽ തന്നെ ഇൻറ്റേർണൽ മെക്കാനിസങ്ങളുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള ഏകകോശ ജീവികൾ ഉണ്ടാകുന്നതിന് ഒരുപാട് കാലം പിന്നീട് എടുത്തു. അതിൽ നിന്ന് ബഹുകോശ ജീവികളുണ്ടായി, മൾട്ടി സെൽഡ് ഓർഗാനിസംസ്. അതിൽ നിന്നും പിന്നെ ജീവവൈവിധ്യം, ബയോഡൈവേഴ്സിറ്റി എന്ന് നമ്മളിന്ന് പറയുന്ന രീതിയിലുള്ള ഡൈവേഴ്സ് ആയിട്ടുള്ള പുതിയ പുതിയ ലൈഫ് ഫോംസ് ഉണ്ടായി. അങ്ങനെ ഉണ്ടായി വന്ന ലൈഫ് ഫോമുകളിൽ കഷ്ടിച്ച് 3 ലക്ഷം വർഷം മുമ്പ് ഉരുത്തിരിഞ്ഞ ഒരു ജീവിവർഗ്ഗമാണ് മനുഷ്യൻ എന്ന് പറയുന്ന ഹോമോസാപ്പിയൻസ്. ഈ 3 ലക്ഷം വർഷത്തിൽ തന്നെ കഷ്ടിച്ച് 10-12,000 വർഷം മുമ്പാണ് മനുഷ്യൻ ഈ മറ്റ് ജീവികളിൽ നിന്നും പ്രകടമായിട്ടുള്ള വ്യത്യാസം പ്രകടിപ്പിക്കുന്ന രീതിയിൽ സെറ്റിൽമെൻറ്റുകൾ ഉണ്ടായി തുടങ്ങിയത്. കോംപ്ലക്സ് ആയിട്ടുള്ള സമൂഹങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചത്, ഭരണങ്ങൾ, അഡ്മിനിസ്ട്രേഷൻ അങ്ങനെയൊക്കെ ഉണ്ടായി വരുന്നത് അതിന് ശേഷമാണ്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ചരിത്രത്തിൽ ശാസ്ത്രം നമ്മളിന്ന് പറയുന്ന മോഡേൺ സയൻസ് എന്ന് പറയുന്ന രീതിയിലേക്ക് ഒരു കുതിച്ചു ചാട്ടം ഉണ്ടാകുന്നത് ഒരു 400 വർഷം മുമ്പൊക്കെയാണ്. അതിൽ തന്നെ നമ്മൾ റേഡിയോ കമ്മ്യൂണിക്കേഷൻ എന്ന രീതിയിൽ ഈ വൈദ്യുതകാന്തിക തരംഗങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള, അതാണ് നമ്മുടെ ഒരു സാങ്കേതിക വിദ്യയുടെ ചരിത്രത്തിൽ ഏറ്റവും വലിയ ഒരു നാഴികക്കല്ല് എന്ന് പറയുന്നത് നമ്മൾ റേഡിയോ കമ്മ്യൂണിക്കേഷൻ ഉപയോഗിച്ച് ആശയവിനിമയം സാധ്യമാക്കിയതാണ്. അത് നമ്മൾ ഏതാണ്ട് 150 വർഷമേ ആയിട്ടുള്ളൂ. ഫിസിക്കലായിട്ട് ഭൂമിയുടെ പരിമിതികൾക്ക് പുറത്തേക്ക് നമുക്ക് പോകാൻ സാധിച്ചത് കഷ്ടിച്ചൊരു 70 വർഷം മുമ്പാണ്. അപ്പോൾ നമ്മൾ തന്നെ ഈ ഒരു ഇത്രയും നീണ്ട ഒരു ചരിത്രത്തിൽ വളരെ അടുത്ത കാലത്താണ് ഇത്തരത്തിലുള്ളൊരു ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയി എന്നുള്ള അവസ്ഥയിലേക്ക് നമ്മൾ എത്തിയത്. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെയാണ് നമ്മൾ മറ്റ് ഇതിനെയും കാണേണ്ടത്. പൊതുവിൽ ഇത്തരത്തിലുള്ള അഡ്വാൻസ്ഡ് സിവിലൈസേഷൻസ് പ്രപഞ്ചത്തിൽ മറ്റെവിടെയെങ്കിലും ഉണ്ടോ എന്ന ചോദ്യത്തിന് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഏറ്റവും ആദ്യം ആളുകൾ നമുക്ക് ഉയർത്തിക്കാട്ടാൻ കഴിയുന്നത് ഒരു ഇക്വേഷനാണ്. ഡ്രേക്ക് ഇക്വേഷൻ എന്ന് വിളിക്കുന്ന ഒരു ഇക്വേഷനാണ്. ആ ഇക്വേഷൻ അത് ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ നമുക്ക് സമ്മറൈസ് ചെയ്യാം. ഫ്രാങ്ക് ഡ്രേക്ക് എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞൻ 1960കളിൽ ഫോർമുലേറ്റ് ചെയ്ത ഒരു ഇക്വേഷനാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ചില പരിഗണനകൾ നടത്തിയിട്ടുണ്ട്. എന്താണ് ആ പരിഗണന നമുക്ക് പറയാം. അതായത് നമുക്ക് ചുറ്റുമുള്ള ഈ പ്രപഞ്ചത്തിൽ നമ്മുടേതുപോലെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സിവിലൈസേഷൻ ഉണ്ടാകാനുള്ള സാധ്യതയെക്കുറിച്ചാണ് അതിനകത്ത് സംസാരിക്കുന്നത്. എന്തിനാണ് ഈ സാധ്യതയെക്കുറിച്ച് സംസാരിക്കുന്നത് നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. അതായത് നമ്മുടേതുപോലെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള റേഡിയോ കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പ് ചെയ്തിട്ടുള്ള, നമ്മളെപ്പോലെ സ്പേസ് ട്രാവലിന് കേപ്പബിൾ ആയിട്ടുള്ള സിവിലൈസേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവരെ കാണാൻ പറ്റൂ, മാത്രമേ അവരിവിടെ വരുന്നതായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാൻ പോലും പറ്റൂ. അപ്പോൾ അതിനുള്ള സാധ്യത നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പരിഗണിക്കണം. ഡ്രേക്ക് ഇക്വേഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ n = r × f × ne × fe × fi × fc × l എന്ന് പറയുന്നൊരു രൂപത്തിലാണ് പൊതുവിലായ ഇക്വേഷൻ എഴുതാറ്. ഇതൊരു സയൻസിൽ നമ്മൾ സാധാരണ കാണുന്ന തരത്തിലുള്ള ഒരു നമ്മൾ എവിടെന്നെങ്കിലും കർക്കശമായ ശാസ്ത്ര തത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ ഡിറൈവ് ചെയ്തെടുത്തൊരു ഇക്വേഷനൊന്നുമല്ല. അതൊരു എസ്റ്റിമേറ്റാണ്. ഒരു ലോജിക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഫ്രാങ്ക് ഡ്രേക്ക് എത്തിച്ചേർന്ന ഒരു ഇക്വേഷനാണ്. അതിനകത്ത് ആദ്യം കാണുന്ന ആർ എന്ന് പറയുന്നത് അദ്ദേഹം അതിനകത്തൊരു ഒരു ഗാലക്സിക്കുള്ളിൽ നമ്മുടേതുപോലുള്ള സിവിലൈസേഷൻ ഉണ്ടാകാനുള്ള സാധ്യതയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അതിൽ ആദ്യം കാണുന്ന ആർ എന്ന് പറയുന്നത് ഒരു ഗാലക്സിക്കുള്ളിൽ ഈ സ്റ്റാർ ഫോർമേഷൻ അല്ലെങ്കിൽ നക്ഷത്ര രൂപീകരണങ്ങൾ നടക്കുന്ന റേറ്റാണ്. അതായത് നമുക്കറിയാവുന്നതുപോലെ നമ്മളൊരു ഭൂമി എന്ന് പറയുന്നൊരു ഗ്രഹത്തിലാണ് ജീവിക്കുന്നത്. ഭൂമി എന്ന ഗ്രഹത്തിൽ ജീവൻ ഉണ്ടാകാനുള്ള സാഹചര്യം കൊണ്ട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ജീവിവർഗ്ഗങ്ങളായിട്ട് അവിടെ ഒരു ജീവിവർഗ്ഗത്തിനെങ്കിലും ഇവോൾവ് ചെയ്യാനുള്ള, പരിണമിച്ച് വരാനുള്ള സാഹചര്യങ്ങളൊക്കെ അനുകൂലമായിട്ടുണ്ട്. അപ്പോൾ ആ സാധ്യതയാണ് അദ്ദേഹം ഇവിടെ പരിഗണിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനാദ്യം നക്ഷത്രം ഉണ്ടാകണം. അപ്പോൾ നക്ഷത്രം ഉണ്ടാകാനുള്ള സാധ്യതയാണ് ആർ സ്റ്റാർ. അതിന് ആർ സ്റ്റാർ എന്ന് പൊതുവെ വിളിക്കും. മറ്റേത് FP ആണ്. അതായത് അതൊരു ഫ്രാക്ഷനാണ്. നമുക്ക് പ്രപഞ്ചത്തിൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ നക്ഷത്രങ്ങൾക്കും ഗ്രഹങ്ങളില്ല. നക്ഷത്രങ്ങൾ ഗ്രഹ സിസ്റ്റം അല്ലെങ്കിൽ ഗ്രഹ സംവിധാനങ്ങൾ അല്ലെങ്കിൽ പ്ലാനറ്ററി സിസ്റ്റംസ് എന്ന് വിളിക്കാം. അപ്പോൾ ഭൂമിക്കൊരു സൂര്യനൊരു പ്ലാനറ്ററി സിസ്റ്റം ഉണ്ട്. അതിൽ പെട്ട ഒരു പ്ലാനറ്റാണ് ഭൂമി എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ ഈ നമ്മുടെ ഗാലക്സിയിൽ ഉണ്ടായിട്ടുള്ള സ്റ്റാർസ് ഉണ്ടാകണം. അതിനാണ് സ്റ്റാർ ഫോർമേഷൻ്റെ നിരക്ക്, നക്ഷത്ര രൂപീകരണത്തിൻ്റെ നിരക്ക് നമുക്കറിയേണ്ടത്. അങ്ങനെ നക്ഷത്രം ഉണ്ടായാൽ തന്നെ ആ നക്ഷത്രങ്ങളിൽ അവയുടെ ഫ്രാക്ഷൻ, എത്ര ശതമാനം നക്ഷത്രങ്ങൾക്ക് സ്വന്തമായിട്ട് പ്ലാനറ്ററി സിസ്റ്റങ്ങൾ ഉണ്ടാകും, ഗ്രഹവ്യൂഹങ്ങൾ ഉണ്ടാകും.
പക്ഷേ അങ്ങനെ പ്ലാനറ്ററി സിസ്റ്റം ഉണ്ടായാലും പോരാ. ഇപ്പം നമുക്കറിയാം ഭൂമിക്ക് ചുറ്റും 8 ഗ്രഹങ്ങളുണ്ട്. നമ്മുടെ അറിവിൽ ഇപ്പോഴും അതിൽ ഒരു ഗ്രഹത്തിലെ ജീവനുള്ളതായിട്ട് നമുക്ക് ഉറപ്പുള്ളൂ. അത് നമ്മുടെ ഗ്രഹമായിട്ടുള്ള ഭൂമിയാണ്. ഇനി അറിയേണ്ടത് അതിന് ഭൂമിയെപ്പോലെ ജീവന് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ, പ്രത്യേകിച്ച് നമ്മളെപ്പോലുള്ള ജീവനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ വെള്ളം അത്യാവശ്യമാണ്. ലിക്വിഡ് സ്റ്റേറ്റിലുള്ള വെള്ളം ഭൂമിയിൽ മാത്രമുള്ള ഒരു രാസതന്മാത്രയല്ല, മറിച്ച് അത് പ്രപഞ്ചത്തിലെ ഏറ്റവും സർവ്വസാധാരണമായിട്ട് കാണുന്ന ഒരു രാസസംയുക്തം അല്ലെങ്കിൽ ഒരു കെമിക്കൽ കോമ്പൗണ്ടാണ് വാട്ടർ എന്ന് പറയുന്ന H2O. ഭൂമിയുടെ പ്രത്യേകത അതിന് ലിക്വിഡ് സ്റ്റേറ്റിൽ കാണാൻ കഴിയുന്നുണ്ടെന്നുള്ളതാണ്. നമ്മുടെ അറിവിനുള്ളിൽ നിന്ന് നോക്കുമ്പോൾ ജീവൻ ഉണ്ടാകണമെങ്കിൽ ജലം അത്യന്താപേക്ഷിതമാണ്. ജലം പ്രപഞ്ചത്തിൽ എല്ലായിടത്തും ഉണ്ട്, പക്ഷേ ജലം ദ്രാവകാവസ്ഥയിൽ കാണാനുള്ള സാഹചര്യം വേണം. അപ്പോൾ അതൊരു ഘടകം മാത്രമാണ്. താപനില മറ്റൊരു ഘടകമാകാം. അങ്ങനെ ഈ നക്ഷത്രങ്ങൾ ഉണ്ടാകുന്ന നിരക്ക്, അതിൽ എത്ര നക്ഷത്രങ്ങൾക്ക് സ്വന്തമായി ഗ്രഹങ്ങളുണ്ട്, അതിൽ തന്നെ എത്ര ഗ്രഹങ്ങൾക്ക് ഭൂമിയെ പോലെ ജീവന് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്. അതാണ് മറ്റൊരു പരിഗണന. ഇനി മറ്റൊരു ഘടകം ഉള്ളത് Fe ആണ്. അതായത് ഭൂമി ഉണ്ടായാലും അതിൽ ഭൂമിയെപ്പോലുള്ള ഗ്രഹങ്ങൾക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നാൽ പോലും ജീവൻ ഉണ്ടാകണം എന്ന് ഗ്യാരണ്ടി ഇല്ലല്ലോ. ജീവൻ അനുകൂലമായ സാഹചര്യങ്ങളുണ്ടെന്ന് പറയുന്നത് ജീവനുണ്ടെന്ന് പറയുന്നത് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ എത്ര നക്ഷത്രങ്ങൾക്ക് ഗ്രഹ സംവിധാനങ്ങളുണ്ട്, അതിൽ എത്ര എണ്ണത്തിന് ഗ്രഹങ്ങളിൽ ഭൂമിയെപ്പോലെ ജീവൻ അനുകൂലമായ സാഹചര്യങ്ങളുണ്ട്, ജീവൻ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉള്ള ഗ്രഹങ്ങളിൽ എത്ര ഗ്രഹങ്ങളിൽ ജീവൻ ഉണ്ടാകുന്നുണ്ട്, അതാണ് അടുത്ത ഘടകം. എത്ര ജീവൻ ശരിക്കും ഉണ്ടായി. ഇനി ജീവൻ ശരിക്കും ഉണ്ടായാൽ തന്നെ അവയിൽ എത്ര എണ്ണം ഇൻ്റലിജൻറ്റ് സിവിലൈസേഷൻസ് ആയിട്ട് മാറുന്നു, അല്ലെങ്കിൽ ബുദ്ധിശക്തിയുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള ചിന്താശേഷി, കോഗ്നിറ്റീവ് എബിലിറ്റീസ് ഉള്ള ജീവികളായിട്ട് മാറുന്നു. അതാണ് അടുത്ത ഘടകം. എത്ര എണ്ണത്തിൽ ഈ ജീവിവർഗങ്ങളിൽ തന്നെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ജീവിവർഗങ്ങൾ ഉണ്ടാകുന്നു. ഇനി അടുത്തത് അവയിൽ എത്ര എണ്ണം ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആകും, റേഡിയോ കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പ് ചെയ്യുന്ന, സ്പേസ് ട്രാവലിന് കേപ്പബിൾ ആയിട്ടുള്ള അവയിൽ എത്ര എണ്ണം. അപ്പോൾ ഇതിൽ ഓരോന്നിനും പിന്നെയും ചെറിയ ഘടകങ്ങളായിട്ട് ചുരുങ്ങുകയാണ്. എല്ലാ നക്ഷത്രങ്ങൾക്കും ഗ്രഹങ്ങൾ ഉണ്ടാകണമെന്നില്ല, എല്ലാ ഗ്രഹങ്ങൾക്കും ലൈഫ് സപ്പോർട്ട് ചെയ്യാൻ കഴിയണമെന്നില്ല, ലൈഫ് സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്ന എല്ലാ ഗ്രഹങ്ങൾക്കും ലൈഫ് ഉണ്ടാകണമെന്നില്ല, ലൈഫ് ഉണ്ടായ എല്ലാ ഗ്രഹങ്ങളിലും ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ലൈഫ് ഉണ്ടാകണമെന്നില്ല, ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ലൈഫ് ഉണ്ടായ എല്ലാ ഗ്രഹങ്ങളിലും ഈ ഇൻ്റലിജൻ്റ് ലൈഫ് സാങ്കേതിക വിദ്യ അല്ലെങ്കിൽ ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിക്കൊള്ളണമെന്നില്ല, ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എല്ലാ ഗ്രഹങ്ങളും റേഡിയോ കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പ് ചെയ്തുകൊള്ളണം എന്നില്ല. അങ്ങനെയുള്ള എല്ലാ ഇങ്ങനെ ഡെവലപ്പ് ചെയ്താൽ തന്നെ അവ എത്ര കാലം ജീവിച്ചിരിക്കുന്നു, അവ എത്രത്തോളം, അവയുടെ ലൈഫ് സ്പാൻ എത്രത്തോളം ഉണ്ട്, എത്ര കാലം ആ സമൂഹം അങ്ങനെ നിൽക്കുന്നു, അങ്ങനെ കുറേയേറെ ഘടകങ്ങൾ പരിഗണിച്ചാൽ മാത്രമാണ് നമ്മുടെ മിൽക്കി വേ ഗാലക്സി അല്ലെങ്കിൽ ഒരു ഗാലക്സിയിൽ എത്രത്തോളം ഈ അന്യഗ്രഹ ജീവികൾ, സിവിലൈസേഷൻസ് ഉണ്ടാകാനുള്ള എണ്ണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയാൻ കഴിയും. അതാണ് ഡ്രേക്ക് ഇക്വേഷൻ ആത്യന്തികമായിട്ട് പറയുന്നത്. പക്ഷേ നമുക്ക് അതിൽ നേരിട്ട് കാണാൻ കഴിയുന്ന അല്ലെങ്കിൽ നമുക്ക് ആക്സസിബിൾ എന്ന് പറയാൻ കഴിയുന്ന ഭാഗങ്ങൾ എത്രത്തോളം ഉണ്ട്. നമ്മൾ പറഞ്ഞ പോലെ ഈ 1,00,000 പ്രകാശവർഷം ഡയമീറ്ററുള്ള മിൽക്കി വേ ഗാലക്സിയിൽ നമുക്ക് നേരിട്ട് കാണാൻ അതിനകത്ത് 10-20,000 കോടി നക്ഷത്രങ്ങളുണ്ട്. നമുക്കിവിടെ നേരിട്ട് വെറും കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്ന നക്ഷത്രങ്ങളുടെ എണ്ണം 20,000 പോലും വരില്ല. 20,000 കോടി നക്ഷത്രങ്ങളെങ്കിലും നമ്മുടെ ഗാലക്സിയിലുണ്ട്. അപ്പോൾ നമ്മുടെ ഇമ്മീഡിയറ്റ് നെയ്ബർഹുഡ് എന്ന് പറയുന്ന നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് വളരെ ചെറിയ, ആ മിൽക്കി വേ ഗാലക്സിയുടെ ഒരു ചെറിയ ഭാഗം മാത്രമേ ഉള്ളൂ. അതാണ് നമ്മുടെ പ്ലാനറ്റ് ഹണ്ടിങ് നെയ്ബർഹുഡ്. അതായത് നമ്മൾക്ക് ഏറ്റവും ശക്തമായ സ്പേസ് ടെലിസ്കോപ്പുകൾ ഉപയോഗിച്ച് അന്യഗ്രഹങ്ങൾ ഉദ്ദേശിക്കുന്നത് സൗരേതര ഗ്രഹങ്ങൾ, സൂര്യനല്ലാതെ മറ്റ് നക്ഷത്രങ്ങളെ ചുറ്റുന്ന ഗ്രഹങ്ങളെക്കുറിച്ചിട്ടുള്ള സൂചനയെങ്കിലും കിട്ടണമെങ്കിൽ പോലും ഈ മിൽക്കി വേയിൽ നമ്മുടെ സൂര്യന് ചുറ്റുമുള്ള കുറച്ച് നക്ഷത്രങ്ങളിലേക്ക്, ഒരു ചെറിയ പ്രദേശത്തേക്ക് മാത്രമേ നമുക്ക് നോക്കാനുള്ള സാങ്കേതിക വിദ്യയുള്ളൂ. പക്ഷേ മിൽക്കി വേയിൽ തന്നെ അത്രയും ഒരു ഭാഗം ബാക്കി കിടക്കുമ്പോൾ മിൽക്കി വേക്ക് പുറത്തുള്ള മറ്റ് ഗാലക്സികളെ കുറിച്ചുകൂടി നമ്മൾ പരിഗണിക്കണമല്ലോ. ഇപ്പോൾ ഉദാഹരണത്തിന് ഏറ്റവും അവസാനം നമ്മൾ ജെയിംസ് വെബ് ടെലിസ്കോപ്പ് പുറത്തുവിട്ട ഡീപ്പ് ഫീൽഡ് ഇമേജ് കണ്ടു. അതായത് ഒരു മണൽത്തരി കൊണ്ട് നമ്മൾ കൈയകലത്തിൽ നീക്കി പിടിച്ചാൽ ആ മണൽത്തരി ആകാശത്തെ എത്രത്തോളം ഭാഗം മറയ്ക്കുമോ ആ ഭാഗത്ത് പോലും 100 കണക്കിന് ഗാലക്സികൾ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എത്രത്തോളം ഗാലക്സികൾ ഈ ഭൂമിയിലുണ്ട്. അപ്പോൾ ഡ്രേക്ക് ഇക്വേഷൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ഇതിൻ്റെ ഓരോന്നിലും ചെറിയ ഫ്രാക്ഷൻസ് ആയിട്ട് പരിഗണിച്ചെങ്കിൽ പോലും അങ്ങനെ എത്ര ഫ്രാക്ഷൻ എടുത്താലും പിന്നെയും ജീവൻ ഉണ്ടാകാനുള്ള സാധ്യത അവിടെ ഉണ്ട്. കാരണം അതിന് മാത്രം നക്ഷത്രങ്ങൾ ഈ ഭൂമിയിൽ, ഈ പ്രപഞ്ചത്തിലുണ്ട്. അപ്പോൾ ആ കണക്ക് നമ്മളൊന്ന് പരിഗണിക്കേണ്ടതുണ്ട്. അത് നമുക്കൊന്ന് പരിഗണിച്ച് നോക്കാം. അങ്ങനെ ആ ഒരു കണക്കൂട്ടിൽ നമുക്കറിയാവുന്ന ഈ നക്ഷത്ര രൂപീകരണത്തിൻ്റെ റേറ്റ് നമുക്കറിയാം. നമുക്കറിയാവുന്ന എത്ര എണ്ണത്തിന് ലൈഫ് സപ്പോർട്ട് ചെയ്യുന്ന സിസ്റ്റങ്ങൾ അല്ലെങ്കിൽ ലൈഫിന് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളുള്ള ഗ്രഹങ്ങൾ എത്രത്തോളം ഉണ്ടാകുന്നു, അങ്ങനെ ഒരു ഊഹക്കണക്ക് നമ്മൾ നടത്തി നോക്കാം. അപ്പോൾ ആ ഒരു ആദ്യം തുടങ്ങേണ്ട നക്ഷത്രങ്ങളുടെ എണ്ണം, നമ്മുടെ പ്രപഞ്ചത്തിലെ നക്ഷത്രങ്ങളുടെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ 1 കഴിഞ്ഞ് 22 പൂജ്യങ്ങൾ ഇട്ടാൽ എത്രയും വലിയ സംഖ്യ ആയിരിക്കുമോ അത്രയെങ്കിലും നക്ഷത്രങ്ങളുണ്ടെന്നാണ് നമ്മൾ കരുതുന്നത്. ഭൂമിയിലെ മണൽത്തരികളുടെ എണ്ണത്തിൻ്റെ എത്രയെങ്കിലും ലക്ഷക്കണക്കിന് മടങ്ങ് ഈ പ്രപഞ്ചത്തിൽ നക്ഷത്രങ്ങളുണ്ട്. അപ്പോൾ 10⁻22 എന്നാണ് നമ്മൾ സയൻസിൽ അതിനെ പൊതുവെ വിളിക്കുക. അതായത് 1 കഴിഞ്ഞിട്ട് 22 പൂജ്യങ്ങളുള്ള സംഖ്യയാണ് 10⁻22.
അത്രയും നക്ഷത്രങ്ങൾ ഈ പ്രപഞ്ചത്തിലുള്ളതായിട്ട് നമുക്കറിയാം. ഇനി ആ നക്ഷത്രങ്ങളിലൊരു 5% നക്ഷത്രങ്ങൾ സൂര്യന് സമാനമാണെന്ന് കരുതുക. അതായത് പ്രപഞ്ചത്തിലെ എല്ലാ നക്ഷത്രങ്ങളും സൂര്യനെ പോലെ അല്ലല്ലോ. നമുക്കറിയേണ്ടത് നമ്മുടേതുപോലുള്ള ജീവിവർഗങ്ങളാണ് നമ്മൾ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ സൂര്യനെ പോലുള്ള നക്ഷത്രങ്ങൾ നമ്മൾ പരിഗണിക്കണം. പ്രപഞ്ചത്തിലെ മൊത്തം നക്ഷത്രങ്ങളിൽ ഒരു 5% നക്ഷത്രങ്ങൾ സൂര്യനെ പോലെയാണെന്ന് കരുതിയാൽ പോലും അത് 500 ബില്യൺ നക്ഷത്രങ്ങളുണ്ട്. 500 ബില്യൺ, ഒരു ബില്യൺ എന്ന് 100 കോടിയാണ്. അപ്പോൾ 500 ബില്യൺ നക്ഷത്രങ്ങളെങ്കിലും സൂര്യനെ പോലെയാണ്. ഇനി ഈ സൂര്യനെ പോലുള്ള നക്ഷത്രങ്ങളിൽ എല്ലാത്തിനും ഗ്രഹങ്ങൾ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ സൂര്യനെ പോലുള്ള നക്ഷത്രങ്ങളിൽ ഈ ഭൂമിയെപ്പോലുള്ള ഗ്രഹങ്ങളുള്ള നക്ഷത്രങ്ങൾ ഒരു 20% ഉണ്ടെന്ന് കരുതിക്കോളൂ. അത് ചെറിയ നമ്പറാണ്. ഈ നക്ഷത്രങ്ങൾ 20%-ന് സൂര്യനെ 20%-ന് ഭൂമിയുടേതുപോലുള്ള ഗ്രഹങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ 500 ബില്യൺ നക്ഷത്രങ്ങളുടെ എണ്ണം എടുത്താൽ പോലും അതിൻ്റെ 20% പറഞ്ഞാൽ 100 ബില്യൺ ഭൂമിയെപ്പോലുള്ള ഗ്രഹങ്ങൾ നമ്മൾ കാണണം. ഇനി അതിൽ 1%, അതിൽ വെറും 1% ഭൂമിയെപ്പോലുള്ള ഗ്രഹങ്ങളിൽ ജീവൻ ഉണ്ടായി എന്ന് കരുതിയാൽ പോലും അത് 1 ബില്യൺ, അതായത് ബില്യൺ ഗ്രഹങ്ങളിൽ ജീവൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇനി ആ 1% ജീവനുണ്ടായ 1% ഗ്രഹങ്ങളിൽ ഒരു 0.1%, 1000-1 ഗ്രഹങ്ങളിലെങ്കിലും ഈ ജീവൻ ഇൻ്റലിജൻറ്റ് സിവിലൈസേഷൻസ് ആയിട്ട് മാറിയെന്ന് പരിഗണിച്ചാൽ പോലും നമ്മൾ 1 മില്യൺ ബില്യൺ അല്ലെങ്കിൽ 10 ലക്ഷം ബില്യൺ സിവിലൈസേഷൻസ്, ഇൻ്റലിജൻറ്റ് സിവിലൈസേഷൻസിനെ നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റും പ്രപഞ്ചത്തിൽ മൊത്തം. അങ്ങനെയെങ്കിൽ പ്രപഞ്ചത്തിലെ ഗാലക്സികളുടെ എണ്ണം പരിഗണിക്കുമ്പോൾ നമ്മുടെ ഗാലക്സിയിൽ മാത്രം ഒരു 10,000 എണ്ണം ഉണ്ടാവേണ്ടതാണ്. അതായത് നമ്മളീ പറഞ്ഞ 5%, 1% എന്നൊക്കെ പറയുന്നത് ഏറ്റവും ലോവസ്റ്റ് ലിമിറ്റാണ്. നമുക്കറിയാവുന്ന നമ്മുടെ നിലവിലുള്ള അറിവ് വെച്ച് എസ്റ്റിമേറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും ലോവസ്റ്റ് ലിമിറ്റാണ്. അത്രയും ചെറിയ നമ്പർ വെച്ച് കണക്കാക്കിയാൽ പോലും നമ്മുടെ ഗാലക്സിയിലെങ്കിലും 10,000 ഇൻ്റലിജൻറ്റ് സിവിലൈസേഷൻസ് ഉണ്ടാകേണ്ടതാണ്. അപ്പോൾ അതൊരു കുഴപ്പം പിടിച്ച ചോദ്യത്തിലേക്കാണ് നമ്മളെ കൊണ്ടെത്തിക്കുന്നത്. ഒരു ഗാലക്സിയിലെങ്കിലും 10,000 ഇത്തരം സിവിലൈസേഷൻസ് ഉണ്ടാകുമെന്ന് നമ്മളിങ്ങനെ കണക്കൂട്ടിയെടുക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ വളരെ വലിയൊരു ചോദ്യത്തിലേക്കാണ് കൊണ്ടെത്തിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവരൊക്കെ എവിടെയാണ്? നമ്മൾ പറഞ്ഞു തുടങ്ങിയത് തന്നെ നമുക്ക് സയൻറ്റിഫിക്കലി വാലിഡേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ള, വെരിഫൈ ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ള ഈ ഏലിയൻ വിസിറ്റ് ഒന്നും നമുക്കിപ്പോഴും ഇല്ല. അവരയച്ച സന്ദേശങ്ങൾ നമുക്കങ്ങനെ ഷുവർട്ടി ഉള്ള ഒന്നുമില്ല. പക്ഷേ നമ്മൾ മറ്റൊരു സൈഡിൽ കൂടെ കണക്കൂട്ടി വരുമ്പോൾ നമ്മുടെ ഗാലക്സിയിൽ തന്നെ ഒരു 10,000 ഇത്തരം സിവിലൈസേഷൻസ് ഉണ്ടാകേണ്ടതുമാണ്. അങ്ങനെയെങ്കിൽ ഇവർ ഇവിടെയാണ്. അപ്പോൾ അതൊരു രസകരമായിട്ടുള്ള ചോദ്യമാണ്. ഈ ആളുകളൊക്കെ എവിടെയാണ് പോയിരിക്കുന്നത്. അപ്പോൾ ഈ നമുക്കറിയാവുന്ന കണക്കുകൾ വെച്ചിട്ട്, നമുക്കറിയാവുന്ന ഗ്രഹരൂപീകരണത്തിൻ്റെയും അതിനുള്ളിൽ ജീവൻ ഉണ്ടാകാനുള്ള സാധ്യതയുടെയൊക്കെ ഒരു കണക്ക് വെച്ച് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുമ്പോൾ പോലും ഇത്രയധികം സ്ഥലങ്ങളിൽ ഇൻ്റലിജൻറ്റ് സിവിലൈസേഷൻസ് ഉണ്ടാകേണ്ടതാണ് എന്നാണ് അങ്ങനെ ഒരു നിഗമനത്തിലാണ് നമ്മൾ എത്തുന്നത്. അങ്ങനെയെങ്കിൽ അവർക്ക് എവിടെയാണ്? ഇതൊരു വളരെ പ്രസിദ്ധമായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അത് വേറെ അവരെവിടെയാണ്? അതായത് തിയറട്ടിക്കലി ഇത്രയധികം ഇൻ്റലിജൻറ്റ് സിവിലൈസേഷൻസ് പ്രപഞ്ചത്തിൽ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടായിരുന്നിട്ടും നമ്മൾ ഇതുവരെയും അതിലാരെയും എൻകൗണ്ടർ ചെയ്തിട്ടില്ല. അപ്പോൾ അതിനെ വിളിക്കുന്നത് എൻറിക്കോ ഫെർമി എന്ന് പറയുന്ന ഫിസിസിസ്റ്റിൻ്റെ, ശാസ്ത്രജ്ഞൻ്റെ പേരിനോടുള്ള ആദരസൂചകമായിട്ട് അദ്ദേഹത്തിൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത്. അതിനെ വിളിക്കുന്നത് ഫെർമി പാരഡോക്സ് എന്നാണ്. അതായത് അങ്ങനെയുള്ള ഇൻ്റലിജൻറ്റ് സിവിലൈസേഷൻ ഉണ്ടാകാനുള്ള ഒരുപാട് കാരണങ്ങളുണ്ട്. അല്ലെങ്കിൽ അത്തരം ഇൻ്റലിജൻറ്റ് സിവിലൈസേഷൻസ് ഉണ്ട് എന്ന് സംശയിക്കാൻ ഒരുപാട് റീസണബിൾ ആയിട്ടുള്ള കാരണങ്ങളുണ്ട്. എന്നിട്ട് നമ്മൾ അവരാരെയും കാണുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് അതിനെ ഫെർമി പാരഡോക്സ് എന്ന് വിളിക്കുന്നത്. ഫെർമി പാരഡോക്സിന് ഉള്ള ഉത്തരമില്ലാത്ത ചോദ്യങ്ങളാണ്. പക്ഷേ അതിൻ്റെ ഉത്തരം നൽകാൻ ഒരുപാട് ശ്രമങ്ങൾ ഒരുപാട് പേര് നടത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് തൽക്കാലം പോകുന്നില്ല. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൊട്ടൻഷ്യലായിട്ടുള്ളൊരു ഉത്തരമായിട്ട് പൊതുവിൽ ഉയർത്തിക്കാട്ടപ്പെടുന്ന ഒരാശയം ഗ്രേറ്റ് ഫിൽട്ടർ എന്ന് പറയുന്ന ഒരാശയമാണ്. അതായത് നമ്മൾ കടന്നു വന്ന ഈ വഴി പരിശോധിച്ചാൽ, അതായത് ഭൂമി എന്ന് പറയുന്ന ഗ്രഹം ഉണ്ടാകുന്നു, സൂര്യൻ എന്ന് പറയുന്ന നക്ഷത്രം ഉണ്ടാകുന്നു, അതിന് ചുറ്റും ഭൂമി എന്ന് പറയുന്ന ഗ്രഹം ഉണ്ടാകുന്നു, ആ ഗ്രഹത്തിൽ ജീവൻ ഉണ്ടാകുന്നു, ആ ജീവൻ പതിയെ വികാസം പ്രാപിച്ച് ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ജീവിവർഗ്ഗങ്ങൾ ഉണ്ടാകുന്നു, ആ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ജീവിവർഗ്ഗങ്ങൾ സാങ്കേതികവിദ്യ വികസിപ്പിക്കുന്നു. അങ്ങനെയുള്ള നമ്മൾ കടന്നു വന്ന ചരിത്രത്തിൽ ഒരുപാട് നാഴികക്കല്ലുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ഗ്രേറ്റ് ഫിൽട്ടർ എന്ന് പറയുന്ന ഹൈപ്പോത്തസിസ് ഒരു പരികല്പനയാണ്. നമുക്ക് ഉറപ്പൊന്നുമില്ല, പക്ഷെ നമ്മൾ ഒരു സാധ്യത ശാസ്ത്രീയമായിട്ട് മുന്നോട്ട് വെക്കുകയാണ്. എന്തുകൊണ്ടാണ് നമ്മൾ ഈ
ഇത്രയധികം ജീവികൾ അല്ലെങ്കിൽ അന്യഗ്രഹ ജീവികൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടായിട്ട് നമ്മൾ അവയെ എന്തുകൊണ്ട് കാണുന്നില്ല എന്ന ചോദ്യത്തിന് ഉത്തരമായിട്ട് മുന്നോട്ട് വെക്കുന്ന ഒരാശയമാണ് ഗ്രേറ്റ് ഫിൽട്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ജീവൻ ഉണ്ടാകുന്ന അവസ്ഥയിൽ നിന്നും നമ്മൾ ഇന്ന് ഈ കാണുന്ന വരെയുള്ള അവസ്ഥയിലേക്കുള്ള പരിണാമം പരിശോധിച്ച് കഴിഞ്ഞാൽ കുറേ നാഴികക്കല്ലുകൾ നമ്മൾ കടന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ചില നാഴികക്കല്ലുകൾ ആണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. അതായത് ആദ്യമായിട്ട് ജീവൻ ഉണ്ടായത്, ഭൂസമാനമായിട്ടുള്ള ഗ്രഹം ഉണ്ടായത്, ജീവൻ തന്നെ ഈ പ്രോകാരിയോട്ടിക് എന്ന് പറയുന്ന സെല്ലിൽ നിന്നും യൂകാരിയോട്ടിക് ആയിട്ടുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള ഏകകോശ ജീവിയായിട്ട് പരിണമിച്ചത്, അല്ലെങ്കിൽ ഈ ബഹുകോശ ജീവികളുണ്ടായത്, അല്ലെങ്കിൽ ഈ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് നമുക്കൊക്കെ ഉള്ളതായിട്ട് കണക്കാക്കുന്ന ഈ ബുദ്ധിശക്തി വികസിച്ചത്, അല്ലെങ്കിൽ ഒരു പക്ഷേ നമ്മൾ റേഡിയോ കമ്മ്യൂണിക്കേഷൻ പോലുള്ള സാങ്കേതികവിദ്യ ഡെവലപ്പ് ചെയ്തത്, അങ്ങനെയുള്ള പല നാഴികക്കല്ലുകൾ നമ്മൾ പിന്നിട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ ചില നാഴികക്കല്ലുകളെങ്കിലും ഒരുപക്ഷെ വളരെ അപൂർവമായിട്ടുള്ളതോ മറികടക്കാൻ ബുദ്ധിമുട്ടുള്ളതോ ആയിട്ടുള്ള ഒന്നാകാം. നമ്മളത് ചെയ്തുകൊണ്ട് നമുക്കറിയില്ല. പക്ഷേ എല്ലാവർക്കും അതങ്ങനെ ആയി, അല്ലെങ്കിൽ എല്ലായിടത്തും അത് നമ്മൾ കരുതുന്ന, അല്ലെങ്കിൽ നമ്മുടെ ആ കണക്കൂട്ടിൽ എന്തോ തെറ്റുണ്ട്. നമ്മൾ വിചാരിക്കുന്ന അത്ര എളുപ്പമല്ല. ഈ നാഴികക്കല്ലുകളിൽ പലതും വളരെ റെയറാണ്. അപ്പോൾ അങ്ങനെ ഈ പറഞ്ഞാൽ ഒരുപക്ഷെ ഈ ഇത്തരം ലീപ്പുകൾ അല്ലെങ്കിൽ ഇത്തരം നാഴികക്കല്ലുകളെയാണ് നമ്മളിവിടെ ഗ്രേറ്റ് ഫിൽട്ടേഴ്സ് ആയിട്ട് വിളിക്കുന്നത്. അതായത് എല്ലാവർക്കും ഒരുപക്ഷെ ഇത്തരം ഘട്ടത്തിലേക്ക് കടക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾ കരുതുന്നത് പോലെ ഒരുപാട് ഗ്രഹങ്ങൾ ജീവൻ ഉണ്ടായാൽ പോലും അവയിൽ വളരെ വളരെ അപൂർവമായിട്ട് മാത്രമാണ് ഒരു ഇൻ്റലിജൻറ്റ് ജീവി ഉണ്ടാകാനുള്ള സാധ്യത. അതൊരു ഫിൽട്ടറാണ്. വളരെ കുറച്ച് ആളുകൾക്ക് മാത്രം, കുറച്ച് സ്ഥലങ്ങളിൽ മാത്രം മറികടക്കാൻ കഴിയുന്ന ഒരു ഫിൽട്ടറാണ്. അല്ലെങ്കിൽ വളരെ കുറച്ച് സ്ഥലങ്ങളിലായിരിക്കാം ജീവൻ ഉണ്ടാകാൻ തന്നെ സാധ്യതയുള്ളത്. അത് നമ്മൾ ഓവർ എസ്റ്റിമേറ്റ് ചെയ്തായിരിക്കാം. അപ്പോൾ അങ്ങനെ അത്തരം ആശയങ്ങളാണ് നമ്മൾ ഗ്രേറ്റ് ഫിൽട്ടറുകൾ എന്ന് പറയുന്നത്. ഈ ഫിൽട്ടറുകൾ മറികടന്ന് എത്തിക്കഴിഞ്ഞാൽ നമ്മളെപ്പോലുള്ള ഇൻ്റലിജൻറ്റ് സിവിലൈസേഷൻസായി മാറിയേക്കാം. അപ്പോൾ നമ്മൾ ഈ കണക്കുകൂട്ടൽ നടത്തി നോക്കുമ്പോൾ ഇത്രയധികം ഇൻ്റലിജൻറ്റ് സിവിലൈസേഷൻസ് ഉണ്ടായിരിക്കാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ പോലും നമ്മൾ അവയെ നേരിട്ട് കാണാൻ നമുക്ക് ഇനിയും കഴിഞ്ഞിട്ടില്ലാത്ത, നമ്മുടെ അന്വേഷണത്തിൽ ഒരിക്കലും അവയെ ഇനിയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലാത്തതിൻ്റെ കാരണം ഇത്തരത്തിലുള്ള ഫിൽട്ടറുകളാണ്. അങ്ങനെയാണെങ്കിൽ അവിടെ 3 സാധ്യതകൾ കൂടി പറയാൻ പറ്റും. അതായത് നമ്മൾക്ക് എന്തുകൊണ്ട് ഈ ഫിൽട്ടറുകളുടെ സാന്നിധ്യത്തിൽ ഫിൽട്ടറുകളെ പരിഗണിച്ചുകൊണ്ട് നമ്മൾ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സാധ്യത നമ്മൾ വളരെ റെയറാണ്. അതായത് നമ്മളാണ് ഈ എല്ലാ നാഴികക്കല്ലുകളും കൃത്യമായിട്ട് മറികടക്കാൻ കഴിഞ്ഞ അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള ആ കൂട്ടർ, അത് നമ്മളാണ്. സോ വി ആർ റെയർ. അതൊരു സാധ്യത. മറ്റൊന്ന്, വി ആർ ദ ഫസ്റ്റ്. അതായത് മറ്റു സ്ഥലങ്ങളിലും ഉണ്ടായേക്കാം, പക്ഷെ നമ്മൾ എടുത്തുന്ന അവസ്ഥയിലേക്ക് എല്ലാവരും എത്തിയിട്ടില്ല. നമ്മൾ കുറച്ച് നേരത്തെ സംഭവിച്ചു. സോ വി ആർ ദ ഫസ്റ്റ്. മറ്റു സ്ഥലങ്ങളിൽ ഇനി ഭാവിയിൽ ഈ ഫിൽട്ടറുകൾ കടന്ന് മറ്റ് സിവിലൈസേഷൻസ് ഉണ്ടായേക്കാം. അപ്പോഴേക്കും നമ്മൾ ഒരുപാട് അഡ്വാൻസ് ചെയ്ത് പോയിട്ടുണ്ടാകും. കുറേ ബില്യൺസ് ഓഫ് വർഷങ്ങൾ മുമ്പോട്ട് കണക്കാക്കുമ്പോൾ നമ്മൾ ഒരുപാട് അഡ്വാൻസ് ചെയ്തിട്ടുണ്ടാകാം. നമ്മുടെ പിന്നാലെ മറ്റ് ഗ്രഹങ്ങളിലും ഇതുപോലുള്ള സിവിലൈസേഷൻസ് ഉണ്ടായി വരും. അപ്പോൾ നമ്മളായിരിക്കും ഒരു പ്രപഞ്ചത്തിൽ ആദ്യമായിട്ട് ഈ തലത്തിലേക്ക് വികാസം പ്രാപിച്ച് എത്തിച്ചേർന്നത്. ഈ 3ാമത്തെ സാധ്യത അല്പം പേടിപ്പിക്കുന്നൊരു സാധ്യതയാണ്. അതായത് ഈ ഫിൽട്ടർ നമുക്ക് മുമ്പിലാണ്. അതായത് നമുക്ക് മുമ്പേ ഒരുപാട് ജീവിവർഗ്ഗങ്ങൾ ഈ അവസ്ഥയിലേക്കൊക്കെ വികസിച്ച് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഏതോ ഒരു സ്ഥലത്ത് അവരെല്ലാവരും തട്ടി വീണു, അല്ല അവരെല്ലാം നാമാവശേഷമാകും. ഏതോ ഒരു ഫിൽട്ടർ, അത് നമ്മൾ എത്താൻ പോകുന്നതേ ഉള്ളൂ. അത് നമ്മൾ ഫസ്റ്റല്ല, നമ്മൾ പിന്നിലാണ്. അപ്പോൾ നമുക്ക് മുമ്പേ വന്നവരെല്ലാം ഏതോ ഒരു പ്രത്യേക ഘട്ടത്തിൽ വെച്ച് അവർ നാമാവശേഷമായിപ്പോയി. അപ്പോൾ എവിടെയോ ഒരിടത്ത് നമ്മളെപ്പോലെ മുൻപേ വികസിച്ച് വന്ന ആളുകൾ ഫിൽട്ടർ കടക്കാൻ കഴിയാതെ പരാജയപ്പെട്ടു പോയി. അല്ലെങ്കിൽ അത് വളരെ വളരെ ബുദ്ധിമുട്ടുള്ളൊരു ഫിൽട്ടറാണ്. അവിടെ ഒരുവിധപ്പെട്ട എല്ലാ സിവിലൈസേഷൻസും പരാജയപ്പെട്ടു. നമ്മൾ അങ്ങോട്ട് നടന്നെടുക്കുന്നു. അത് കുറച്ച് പേടിപ്പിക്കുന്നൊരു സാധ്യതയാണ്. കാരണം നമ്മൾ ഇത്രയൊക്കെ ഡെവലപ്പ് ചെയ്ത് ഒരുപാടൊക്കെ സാധ്യതകളൊക്കെ മുമ്പോട്ട് വന്ന് ഒരുപാട് വർഷങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ വേറെ ഇതിനേക്കാളും സ്വപ്നത്തിൽ കാണാൻ പോലും കഴിയാത്ത വിധത്തിലേക്ക് നമ്മൾ പുരോഗതി പ്രാപിക്കുമെന്ന് നമ്മൾ കണക്കുകൂടി മുമ്പോട്ട് പോവുകയും നമ്മൾ മുൻകൂട്ടി കാണാത്ത വിധത്തിൽ ഏതോ ഒരു ഫിൽട്ടറിൽ വെച്ച് നമ്മൾ നാമാവശേഷമാക്കപ്പെട്ടു പോവുകയും ചെയ്യാനുള്ള സാധ്യത അവിടെ കിടപ്പുണ്ട്. നമുക്കറിയില്ല. അത് ചിലപ്പോൾ പേടിപ്പിക്കുന്നൊരു സാധ്യതയാണെങ്കിൽ പോലും. പക്ഷേ അപ്പോഴും നമുക്ക് ഈ അന്യഗ്രഹ ജീവികളെക്കുറിച്ചുള്ള കൗതുകങ്ങൾ അവസാനിക്കുന്നില്ല. അപ്പോൾ അതിന് സെർച്ച് ഫോർ എക്സ്ട്രാ ടെറസ്ട്രിയൽ ഇൻ്റലിജൻസ് എന്ന് പൊതുവിൽ വിശേഷിപ്പിക്കപ്പെടുന്ന കുറേയേറെ ശ്രമങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഉണ്ട്. പണ്ട് മുതലേ ഉണ്ട്. നമ്മൾ റേഡിയോ കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പ് ചെയ്ത കാലം തൊട്ടേ അത്തരം ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. SETI എന്നാണ് അത്തരം ശ്രമങ്ങൾ നമ്മൾ വിളിക്കുന്നത്, സെർച്ച് ഫോർ എക്സ്ട്രാ ടെറസ്ട്രിയൽ ഇൻ്റലിജൻസ്. പ്രാഥമികമായിട്ട് അവിടെ നടക്കുന്നത് അന്യഗ്രഹ ജീവികൾ ഇതുപോലെ റേഡിയോ കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ അയക്കുന്ന സന്ദേശങ്ങൾ ചില ഭൂമിയിലേക്ക് നമുക്ക് റിസീവ് ചെയ്യാൻ സാധിച്ചു. അപ്പോൾ നമ്മൾ ടെലിസ്കോപ്പുകളൊക്കെ ഉപയോഗിച്ച് അവിടെ നിന്ന് കിട്ടുന്ന സിഗ്നലുകൾ നമ്മളിങ്ങനെ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഭൂമിയിൽ നിന്നുണ്ടായതാണ് അല്ലെങ്കിൽ ഭൂമിക്ക് പുറത്തുനിന്ന് വരുന്നതാണ്, ഭൂമിയിൽ നിന്നൊന്നും ഉള്ളതായിരിക്കില്ല എന്ന് നമുക്ക് തോന്നിക്കുന്ന തരത്തിലുള്ള സിഗ്നലുകൾ എന്തെങ്കിലും വരുന്നുണ്ടോ, എന്തെങ്കിലും കോഡഡ് ആയിട്ടുള്ള എന്തെങ്കിലും സിഗ്നൽ വരുന്നുണ്ടോ, നമുക്ക് ഡീകോഡ് ചെയ്യാൻ സാധിക്കുമോ? ഇങ്ങനെയുള്ള അന്വേഷണങ്ങൾ നമ്മുടെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും നടക്കുന്നുണ്ട്. ഒരുപാട് ഡേറ്റ ഇതുപോലെ കുമിഞ്ഞു കൂടുന്നുണ്ട്. ആ ഡേറ്റയൊക്കെ ശരിക്കും
ഒരു പ്രാഥമികമായിട്ടുള്ള അറിവ് മനസ്സിലാക്കിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഏതൊരാൾക്കും ആക്സസ് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ പലപ്പോഴും പബ്ലിക് ഡൊമൈനിൽ ലഭ്യമാണ്. സേഫ്റ്റി അറ്റ് ഹോം എന്നൊക്കെ പറയുന്നത് നമുക്ക് വീട്ടിലിരുന്ന് ഈ സെർച്ച് ഫോർ എക്സ്ട്രാ ടെറസ്ട്രിയൽ ഇൻ്റലിജൻസിൻ്റെ ഭാഗമാകാനുള്ള അവസരങ്ങളൊക്കെ ഇപ്പോൾ തുറന്നു കിടപ്പുണ്ട്. ആദ്യമായിട്ട് ചെയ്യുന്നത് അന്യഗ്രഹങ്ങളിൽ നിന്നല്ല, നമ്മളല്ലാത്ത മറ്റ് അയൽക്കാരിൽ നിന്ന്, നമ്മുടെ ബഹിരാകാശ അയൽക്കാരിൽ നിന്ന് വരുന്ന സന്ദേശങ്ങൾ എന്തെങ്കിലും വരുന്നുണ്ടോ എന്നൊരു അന്വേഷണം. അതിനുവേണ്ടി കാത് കൂർപ്പിച്ചിരിക്കുന്ന ആ പദ്ധതിയാണ് നമ്മൾ സേറ്റി എന്ന് വിളിക്കുന്നത്. ലോകത്തെ പല ടെലിസ്കോപ്പുകളും അത്തരം പ്രാഥമികമായിട്ട് നമ്മൾ പുറത്തുനിന്ന് വരുന്ന റേഡിയോ സിഗ്നലുകളാണ് നോക്കുന്നത്. ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ, ഉദാഹരണത്തിന് വാവ് സിഗ്നൽ എന്നറിയപ്പെടുന്ന ജെറി ഏർമാൻ എന്ന് പറഞ്ഞൊരു ശാസ്ത്രജ്ഞൻ്റെ 1970-ൽ ഡിറ്റക്ട് ചെയ്തൊരു സിഗ്നലുണ്ട്. അതിൻ്റെ സ്രോതസ് നമുക്കിപ്പോഴും വ്യക്തമല്ല. അത് ഭൂമിയിൽ നിന്നുണ്ടായതല്ല എന്നാണ് സംശയിക്കുന്നത്. പക്ഷേ ഭൂമിയിൽ തന്നെ നമുക്കിനിയും തിരിച്ചറിയാൻ കഴിഞ്ഞാൽ എന്തെങ്കിലും സ്രോതസ്സിൽ നിന്ന് അത്തരം ഒരു സിഗ്നൽ വന്നിട്ടുണ്ടോ എന്നറിയില്ല. അതൊരു നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ടെലിസ്കോപ്പ് ഒരു സിഗ്നൽ, ഒരു കുറച്ച് റേഡിയോ തരംഗങ്ങൾ വന്നായിട്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് പിന്നീട് എങ്ങോട്ടും എത്തിയിട്ടില്ല. അതിപ്പോഴും അത് കണ്ട ഒരു കൗതുകത്തിൻ്റെ പുറത്ത് ആ സിഗ്നലിൻ്റെ ഭാഗം മാർക്ക് ചെയ്തുകൊണ്ട് ജെറി ഏർമാൻ മാർക്ക് ചെയ്ത വാവ് എന്ന് പറയുന്നൊരു എക്സ്ക്ലമേഷൻ, അതിൻ്റെ പേരിലാണ് ഇന്ന് ആ സിഗ്നൽ അറിയപ്പെടുന്നത്. പക്ഷേ ആ സിഗ്നലിനെ കുറിച്ച് പിന്നീട് നമുക്കൊന്നും അറിയില്ല. അതുപോലൊരു സിഗ്നൽ പിന്നെ നമുക്ക് കണ്ടു കിട്ടിയിട്ടുമില്ല. അപ്പോൾ അതാണ് സേറ്റി പ്രോജക്റ്റ്. അതുപോലെ ആക്റ്റീവ് സേറ്റി എന്ന് പറയുന്ന മറ്റൊരു ശ്രമമുണ്ട്. അതായത് പുറത്തുനിന്ന് വരുന്ന സന്ദേശങ്ങൾക്ക് വേണ്ടി നമ്മളിങ്ങനെ കാതോർത്തിരിക്കുന്നതിന് പകരം നമ്മൾ പുറത്തേക്ക് സിഗ്നൽ അയച്ചു നോക്കുക. നമ്മളുടെ റേഡിയോ കമ്മ്യൂണിക്കേഷനിൽ നമ്മളിവിടെ ഉണ്ട്, നമ്മുടെ സാന്നിധ്യം ഇവിടെ ഉണ്ട് എന്നറിയിക്കുന്ന കോഡ് ചെയ്യപ്പെട്ടുള്ള സിഗ്നലുകൾ പ്രപഞ്ചത്തിൻ്റെ ഭാഗങ്ങളിലേക്ക് പ്രസരിപ്പിക്കുക. അരസീബോ സിഗ്നൽ എന്ന് വിളിക്കുന്ന അരസീബോ ഒബ്സർവേറ്ററി, അതിപ്പോൾ കേടുപാടുകളെ തുറന്നത് ഡീകമ്മീഷൻ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അരസീബോ എന്ന് പറയുന്ന വലിയ റേഡിയോ ടെലിസ്കോപ്പ് വെച്ച് നമ്മൾ ഇത്തരം സിഗ്നലുകൾ മുകളിലേക്ക് അയച്ചിട്ടുണ്ട്. അത് ആക്റ്റീവ് സേറ്റി എന്നാണ് തന്നെ വിളിക്കുന്നത്. അതായത് നമ്മൾ തന്നെ മുൻകൈ എടുത്ത് ബഹിരാകാശത്ത് നമുക്ക് അയൽക്കാരുണ്ടെങ്കിൽ അവരെ നമ്മളും ഇവിടെ ഉണ്ട് എന്ന് അറിയിക്കാനുള്ള ശ്രമങ്ങൾ. അപ്പോൾ ആക്റ്റീവ് സേറ്റിയുടെ ഭാഗമായിട്ട് ചിലരൊക്കെ കണക്കാക്കുന്ന മറ്റൊരു വിഭാഗം ഈ റേഡിയോ കമ്മ്യൂണിക്കേഷൻ വരെ നേരിട്ടുള്ള പോസ്റ്റലായിട്ടുള്ള സന്ദേശങ്ങൾ അയക്കലാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ പയനിയർ 10, 11 എന്നിങ്ങനെ പേരിട്ട 2 പേടകങ്ങൾ 1970-കളിൽ നമ്മൾ അയച്ചിട്ടുണ്ട്. അതിനുള്ളിൽ ഒരു പ്ലേക്ക്, ഒരു ബോർഡിൽ നമ്മുടെ സിവിലൈസേഷൻ്റെ ചില പ്രത്യേകതകൾ മാർക്ക് ചെയ്തിട്ടുള്ളത്. ഉദാഹരണത്തിന് ഈ പ്രപഞ്ചത്തിലെ അത്യധികം ഉയർന്ന ഈ ഊർജ്ജ നിലയിലുള്ള സിഗ്നലുകൾ പുറത്തുവിടുന്ന പൾസാറുകൾ എന്ന് പറയുന്ന സവിശേഷതരം വസ്തുക്കൾ, പ്രപഞ്ച വസ്തുക്കൾ, അവയുടെ അടിസ്ഥാനത്തിൽ അവയെ ആപേക്ഷികമായിട്ട് നോക്കുമ്പോൾ ഭൂമിയുടെ സ്ഥാനം എവിടെയാണ് എന്നൊക്കെ മാർക്ക് ചെയ്തിട്ടുള്ള, അവിടെ നമ്മൾ ഭൂമിയിൽ മനുഷ്യരെങ്ങനെ ഇരിക്കും എന്ന് കാണിക്കുന്ന ഒരു ആണിൻ്റെയും പെണ്ണിൻ്റെയും പടമൊക്കെ വെച്ചിട്ടുള്ള ഒരു പ്ലേക്ക്, അത് ഈ പയനിയർ പേടകങ്ങളുടെ ഉള്ളിൽ പിടിപ്പിച്ചിട്ടുണ്ട്. അത് പയനിയർ 10, 11 നിങ്ങൾ 2 പേടകങ്ങൾ 70-കളിൽ അയച്ചു. അത് 2003-ലോ മറ്റോ ആണ് അവസാനമായിട്ട് അതിൽ നിന്നുള്ള സിഗ്നൽ നമ്മൾ റിസീവ് ചെയ്ത്. ഇപ്പോൾ നമുക്ക് അവരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഒന്നുമില്ല. അത് ബഹിരാകാശത്തിൻ്റെ വളരെ വളരെ വിദൂര ഭാഗങ്ങളിലേക്ക് ഇപ്പോഴും സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുപോലെ തന്നെ 70-കളുടെ അവസാനം നമ്മൾ അയച്ച വോയേജർ പേടകം, അതിൽ നിന്ന് സിഗ്നൽ ഇപ്പോഴും വളരെ ചെറിയ അളവിലാണെങ്കിൽ നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ അത് ആ പദ്ധതി ഇപ്പോൾ ഡീകമ്മീഷൻ ചെയ്തു. അതായത് ഡീകമ്മീഷൻ ചെയ്യുന്ന സാങ്കേതികമായിട്ടുള്ള ഒരു ഫോർമാലിറ്റിയാണ്. അതായത് അതിൽ ആ പ്രോജക്റ്റിലേക്ക് ഇപ്പോൾ ആരും വർക്ക് ചെയ്യുന്നില്ല. വളരെ അടുത്ത കാലത്താണ് അത് ഡീകമ്മീഷൻ ചെയ്തത്. അതായത് അതിൽ ആ പ്രോജക്റ്റിലേക്ക് ജോലി ചെയ്യുന്ന ശാസ്ത്രജ്ഞരാരും തന്നെ ഇപ്പോൾ നാസയിലില്ല എന്ന് മാത്രമാണ് എൻ്റെ അർത്ഥം. പക്ഷേ അതിൽ നിന്ന് സിഗ്നൽ വളരെ ചെറിയ അളവിൽ നമുക്ക് കിട്ടുന്നുണ്ട്. 1970-കളിലെ സാങ്കേതികതയാണെന്ന് ആലോചിക്കണം. അതിനുള്ളിൽ നമ്മൾ ഗോൾഡൻ റെക്കോർഡ് എന്ന് വിളിക്കുന്ന, വോയേജർ ഗോൾഡൻ റെക്കോർഡ് എന്ന് വിളിക്കുന്ന 2 റെക്കോർഡ്സ്, അതൊരു ബേസിക്കലി ഒരു സ്റ്റോറേജാണ്. അതിനുള്ളിൽ ശബ്ദമൊക്കെ നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിലെ ഹിന്ദി ഉൾപ്പെടെയുള്ള മനുഷ്യരുടെ പല ഭാഷകൾ, പല ശബ്ദങ്ങൾ, നേരത്തെ പയനിയറിലുണ്ടായിരുന്ന പ്ലേക്കിലുള്ളതുപോലുള്ള ഭൂമിയുടെ സ്ഥാനം മാർക്ക് ചെയ്യുന്ന ചിത്രങ്ങൾ, അങ്ങനെ കുറേയേറെ കോഡുകൾ. നമ്മളൊരു പ്രത്യേക കോഡാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത്. അത് അന്യഗ്രഹത്തിലൊരു ജീവിക്ക് മനസ്സിലാകുമെന്നോ ഒന്നും ഒരു ഗ്യാരണ്ടിയും ഇല്ല. പക്ഷെ നമ്മളൊരു ശ്രമം നടത്തുന്നു. അപ്പോൾ അത് ഈ പ്രപഞ്ചത്തിൻ്റെ വിദൂരതകളിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നെങ്കിലും ഒരിക്കൽ നമ്മൾ അയക്കുന്ന ഈ പോസ്റ്റൽ മെസ്സേജ് ലോകത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്തുള്ള, പ്രപഞ്ചത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്തുള്ള ഏതെങ്കിലും ഒരു സിവിലൈസേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അവർക്കൊരു പക്ഷേ നമ്മുടെ സാന്നിധ്യത്തെക്കുറിച്ച് ഒരു നേരിട്ടുള്ള അവരുടെ ഒരു സേഫ്റ്റി പ്രോഗ്രാം ആയിരിക്കും അത്, നമ്മളുടെ ഒരു മെസ്സേജ് അവിടേക്ക് ചെല്ലുന്നു. അപ്പോൾ അങ്ങനെ പല കൗതുകം അവസാനിക്കുന്നില്ല. ശാസ്ത്രലോകം ഇതിപ്പോഴും അന്വേഷിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഒരു രസകരമായിട്ടുള്ളൊരു സാധ്യത കൂടെ മുന്നോട്ട് വെച്ചിട്ട് അവസാനിപ്പിക്കാം. അതായത് നമ്മളല്ലാതെ ബാക്കി എല്ലാ ആൾക്കാരും, അതായത് ലോകത്ത് നമ്മളെപ്പോലെ പ്രപഞ്ചത്തിൻ്റെ മറ്റ് പല ഭാഗങ്ങളിൽ നമ്മളെപ്പോലുള്ള സിവിലൈസേഷൻസ് ഉണ്ടാകുകയും, പക്ഷെ അവരാരും തന്നെ അവരുടെ സാന്നിധ്യം മറ്റൊരാൾ അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം നിശബ്ദത പാലിക്കുകയും ചെയ്യുന്നതാണെങ്കിലും എന്നൊരു സാധ്യതയുണ്ട്. അവരെന്തുകൊണ്ട് അങ്ങനെ ചെയ്യണം എന്ന് നമുക്കറിയില്ല. ചിലപ്പോൾ അവർക്ക് ഓൾറെഡി ഭൂമിയിൽ നമ്മളെപ്പോലുള്ള ജീവികളുണ്ടെന്നും നമ്മളിങ്ങനെയുള്ള പല പരാക്രമങ്ങളും കാണിക്കുന്നത് നമുക്ക് അറിയാമായിരിക്കും. പക്ഷേ അവർ നമ്മളിൽ ഇടപെടുന്നില്ല. അവരുടെ സാന്നിധ്യം നമ്മളെ അറിയിക്കാതെ അവർ നമ്മളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ പൊതുവെ വിളിക്കുന്ന സൂ ഹൈപ്പോത്തസിസ് എന്നാണ്. അതായത് നമ്മൾ മനുഷ്യ മൃഗശാലയിൽ മറ്റ് സഹജീവികളെ നിരീക്ഷിക്കുക മാത്രം ചെയ്യുന്നത് പോലെ
മറ്റ് നമ്മളെക്കാൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പ്രപഞ്ചത്തിൻ്റെ മറ്റ് പല ഭാഗങ്ങളിലുള്ള സിവിലൈസേഷൻസ് നമ്മളെ ഇതുപോലെ ഒരു സൂവിൽ എന്നപോലെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ നമ്മളുടെ കാര്യത്തിൽ ഇടപെടാതെ അവരുടെ സാന്നിധ്യത്തെക്കുറിച്ച് നമ്മളെ അറിയിക്കാതെ നമ്മളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിനവരത് ചെയ്യണം നമുക്കറിയില്ല. ഒരു സാധ്യത അവർക്ക് പേടിപ്പിക്കുന്ന സാധ്യതയാണ്. ഉദാഹരണത്തിന് ഈ പ്രപഞ്ചത്തിൻ്റെ നമ്മുടെ അയൽപക്കത്തുള്ള പല കോർണറുകളിലും ഒരുപാട് ഇൻ്റലിജൻസ് സിവിലൈസേഷൻ ഉണ്ടായിരിക്കുകയും അവയിൽ ചില സിവിലൈസേഷൻസ് അല്പം കുഴപ്പക്കാരായിരിക്കുകയും ചെയ്യുന്നു വിചാരിക്കാം. അതായത് അവർക്ക് കുടിയേറാൻ പുതിയ പുതിയ അനുകൂല സാഹചര്യങ്ങളുള്ള ഗ്രഹങ്ങൾ അന്വേഷിച്ച് നടക്കുകയാണെന്ന് വെച്ചോളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഉണ്ടെന്ന് അവരെ വിളിച്ചറിയിച്ചു കഴിഞ്ഞാൽ അത് നമുക്കത്ര ഗുണകരമായിട്ടുള്ള കാര്യമല്ല. പ്രത്യേകിച്ച് അവർ നമ്മളെക്കാൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സിവിലൈസേഷൻ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഭൂമിയെ കയ്യേറി നമ്മളെയൊക്കെ നശിപ്പിച്ച് അല്ലെങ്കിൽ നമ്മളെ മറ്റെന്തെങ്കിലും രീതിയിൽ എക്സ്പ്ലോയിറ്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഉണ്ടെന്ന് അവരെ അറിയിക്കാതിരിക്കുന്നതാണ് നമുക്ക് സേഫ്, അല്ലേ? അപ്പോൾ സ്റ്റീഫൻ ഹോക്കിങ്ങിനെ പോലുള്ള പല ശാസ്ത്രജ്ഞരും സത്യത്തിൽ ഇത്തരം സാധ്യതകൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതായത് ഈ പ്രപഞ്ചത്തിൻ്റെ വിദൂര കോണുകളിലേക്ക് കൈയിട്ടുകൊണ്ട് നമ്മളിവിടെ ഉണ്ട് എന്ന് വിളിച്ചറിയിക്കുന്നത് ഒരു മണ്ടത്തരമാകാനുള്ള സാധ്യതയെക്കുറിച്ച് അങ്ങനെ ഒരുപാട് പേര് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ നമുക്ക് മുമ്പേ ഈ സ്ഥലത്തിലേക്ക് എത്തിയ സിവിലൈസേഷൻസ് ഇങ്ങനെയുള്ള പൊട്ടൻഷ്യൽ റിസ്ക്കുകൾ അവിടെ ഉള്ളതുകൊണ്ട് അവർ മനഃപൂർവ്വം മിണ്ടാതിരിക്കുന്നതും ആകാം. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് സാധ്യതകൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് മുമ്പിലോട്ട് കിടപ്പുണ്ട്. അത്തരം ഗ്രേറ്റ് ഫിൽറ്ററിൽ പോലെ ഒരുപാട് ആശയങ്ങൾ, ഫെർമി പാരഡോക്സിന് ഒരുപാട് പൊട്ടൻഷ്യൽ ആൻസേഴ്സ് ഒരുപാട് പേര് ഉത്തരങ്ങൾ കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതെല്ലാം നമ്മുടെ സംബന്ധിച്ചിടത്തോളം എസ്റ്റിമേറ്റുകൾ മാത്രമാണ്. പറഞ്ഞ് അവസാനിപ്പിക്കേണ്ടത്, നിലവിൽ അന്യഗ്രഹ ജീവികൾ എന്ന രീതിയിൽ നമ്മളെ വിസിറ്റ് ചെയ്തെന്നോ എന്തെങ്കിലും വസ്തുക്കൾ ഇങ്ങോട്ട് അയച്ചു എന്ന രീതിയിലോ തെളിവുകളൊന്നും തന്നെ നമുക്ക് ലഭ്യമല്ല. അപ്പോൾ നിലവിൽ നമുക്ക് ഫെർമി പാരഡോക്സ് പറഞ്ഞുകൊണ്ട് തന്നെ അവസാനിപ്പിക്കണം. നമ്മളുടെ നിലവിലെ ശാസ്ത്രജ്ഞാനം വെച്ച് നോക്കുമ്പോൾ പ്രപഞ്ചത്തിൽ നമ്മളെപ്പോലെ ഒരുപാട് സിവിലൈസേഷൻസ് ഉണ്ടാകേണ്ടതാണ്. പക്ഷേ നമ്മളവരാരെയും ഇതുവരെ കണ്ടിട്ടില്ല. എന്തുകൊണ്ടാണ് എന്ന് നമുക്കിനിയും കണ്ടെത്തേണ്ടിയിരിക്കുന്നു.